Hello my dear students and welcome to KT Online Study App. നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സെക്കൻഡ് ഹാഫ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു IEEE എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിന് രണ്ട് കോർ സബ്ജക്ട്സ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിൽ നിങ്ങളുടെ മോഡ്യൂൾസ് 4 മോഡ്യൂൾസ് ഉള്ളതില് മോഡ്യൂൾസ് 1 and 2 ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിക്കലും 3 and 4 ഡീൽ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സും ആയിരുന്നു. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തേ, ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു അല്ലേ, ഇൻക്ലൂഡിംഗ് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് സെയിം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ പോവാം. ഇറ്റ് ഇസ് അവൈലബിൾ ദർ. ഇല്ലെങ്കിൽ നമ്മുടെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പ് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതിൽ നിന്ന് എടുക്കാം. യു കൻ ഓൾസോ സീ ദ ക്ലാസ്. ഓക്കെ, അപ്പൊ എനിവേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മോഡ്യൂൾ 3 ആണ്. സീരീസിന് ആവശ്യമുള്ള എല്ലാ പോർഷൻസും യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമുള്ള പോർഷൻസും ഇൻക്ലൂഡിങ് നമ്മൾ ഇവിടെ എടുക്കാൻ പോവാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം മോഡ്യൂൾ 1ന്റെ നമ്മുടെ സീരീസ് മാരത്തൺ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ആ ഒരു മോഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് വി ഗോട്ട് വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ദാറ്റ് ക്ലാസ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ, ഐ എം വെരി താങ്ക്ഫുൾ ടു സീ ദിസ് റെസ്പോൺസ് ഫ്രം യു ഗൈസ്. ഓക്കെ, we actually expect that kind of support from you. നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം. ഓക്കെ, സോ ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. ഓക്കെ, വിൽ ഗെറ്റ് ഓൺ വിത്ത് ദി മോഡ്യൂൾ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജസ്റ്റ് സിലബസ് നോക്കി നമ്മുടെ മോഡ്യൂൾ 1 ഉണ്ട്, 2, 3, 4 ഉണ്ട്. അതിൽ മോഡ്യൂൾസ് 1 and 2 എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഏതെന്ന് പറയുന്നത് 1 and 2 ആയിരുന്നു നമ്മുടെ ഇലക്ട്രിക്കലിന്റെ പോർഷൻ. ആൻഡ് ഈ 3 and 4 ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ പോർഷൻ. സോ ഇവിടെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് മോഡ്യൂൾ 3 ആണ്. ഓക്കെ, മോഡ്യൂൾ 3 ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ മോഡ്യൂൾ 3യുടെ ഒരു ഡീറ്റെയിൽഡ് നമുക്കൊന്ന് സിലബസ് നോക്കിയാലോ. ഓക്കെ, അപ്പൊ സിലബസ് നോക്കുകയാണെങ്കിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഈ പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസിനെ പറ്റി വെരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മോഡ്യൂൾ 1 എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ, ഫ്രം ദ വെരി ബേസിക്സ് ഓഫ് വോൾട്ടേജ് ആൻഡ് പവർ കോൺസെപ്റ്റ്. അതാണ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്നാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ജമ്പ് ചെയ്തിട്ട് എന്താണ് ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് മഗിങ് അപ്പ്. അങ്ങനെ ചെയ്യരുത്. അത് കണ്ടിട്ടില്ലാത്തവര് ജസ്റ്റ് മോഡ്യൂൾ 1ന്റെ വീഡിയോയിലോട്ട് പോവാം, ആ ഒരു സെക്ഷൻ കണ്ടിട്ട് തിരികെ വരിക. ഓക്കെ, സോ ദാറ്റ് ഇസ് എ വെരി ഫണ്ടമെന്റൽ. കാരണം മോഡ്യൂൾ 3 എന്ന് പറയുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മോഡ്യൂൾ 1, 2, 3, 4 എന്നല്ലേ പറയുന്നത്. സോ ഇറ്റ് ഇസ് ബേസിക്കലി കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, എവറിത്തിങ് ഇസ് ഇന്റർ കണക്റ്റഡ്. സോ എനിവേ ഇവിടെ മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ് ആണ്. ദെൻ വി വിൽ ലേൺ അബൌട്ട് ദി PN ജംഗ്ഷൻ ഡയോഡ്. എന്നിട്ട് അതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ, സെനർ ആൻഡ് അവലാൻഷെ എന്താണ്, സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ്, DC പവർ സപ്ലൈയുടെ കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കണം. പിന്നെ എന്താണ് റെക്ടിഫയേഴ്സ്, ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് പഠിക്കണം. നമ്മൾ വരാൻ പോകുന്ന അടുത്ത മെയിൻ ഹെഡിങ് ആണ് BJT ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ അതിന്റെയും കോൺഫിഗറേഷൻസ്, അതിന്റെ ബയാസിങ്, ആസ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും, ആസ് ആൻ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും, ഇതെല്ലാം പഠിക്കണം. പിന്നെ ഫൈനലി ഈ BJT ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ പറയുന്ന RC കപ്പിൾഡ് ആംപ്ലിഫയർ, വിച്ച് ഇസ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. യു ഹാവ് ടു ഡ്രോ ദി സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്ക്. ഓരോ കോമ്പണൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ആണ് അബൌട്ട് ദി മോസ്ഫെറ്റ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്, ഒന്ന് BJT, ഒന്ന് മോസ്ഫെറ്റ്. അത് രണ്ടും പഠിക്കണം. അപ്പൊ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വാസ്റ്റ് ആയ സിലബസ് ആണ്. ഓക്കെ, ഐ അഗ്രി. കാരണം നിങ്ങളുടെ മുന്നേ ഉള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് ഇത് ആക്ച്വലി 2 മോഡ്യൂൾ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ അത് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ മോഡ്യൂൾ ആക്കിയതുകൊണ്ട് ഇത് സംവാട്ട് ലെങ്തി ആണ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, വിൽ ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, കാരണം ആസ് ഐ സെഡ് ബിഫോർ, ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സിലബസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ ആസ് വി നോ വാട്ട് ദോസ് ക്വസ്റ്റ്യൻസ് വിൽ ബി, കാരണം 3 വർഷം KT എക്സാംസ് നടത്തി വരികയാണ് അല്ലേ. അപ്പൊ അതിലും അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ എന്റെ മോഡൽ നോക്കുകയാണെങ്കിലും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റും, PN ജംഗ്ഷൻ ഡയോഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും നിങ്ങളോട്. PN ജംഗ്ഷൻ ഡയോഡിന്റെ എന്താണ് വർക്കിംഗ് മോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഫോർവേഡ് ബയസ് എന്താണ്, റിവേഴ്സ് ബയസ് എന്താണ്, VA ക്യാരർ എന്താണ് എന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ഉണ്ടാവും. അതുപോലെ DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തായാലും വരും. ഒരു 7 to 8 മാർക്സ് ക്വസ്റ്റ്യൻ വെരി ഷുവർ ആണ്. ഇതില്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തില്ല ഈ ഒരു ടോപ്പിക് വരികയാണെങ്കിൽ. പിന്നെ നോക്കേ, BJT വരുമ്പോൾ ഈ കോൺഫിഗറേഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതൊരു കോൺഫിഗറേഷൻ ചോദിച്ചിട്ട് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരർ വരയ്ക്കാൻ പറയും. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ സർക്യൂട്ട് വരച്ച് വർക്കിംഗ് ഉൾപ്പെടെ ചോദിക്കാം.
പിന്നെ കുഞ്ഞു ന്യൂമറിക്കൽ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കറന്റ് ഗെയിൻ ഒരു പാരാമീറ്റർ പഠിക്കും. അത് വെച്ചിട്ട് എന്തായാലും അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, IEEE എന്ന് പറയുന്ന സബ്ജക്ട് ഇസ് നോട്ട് പ്യൂർലി എ തിയററ്റിക്കൽ സബ്ജക്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് ദ കേസ്. നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നിങ്ങളുടെ തൊട്ട് മുന്നത്തെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, KTയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിലെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഈവൻ ഇഫ് ദിസ് ഇസ് ഇലക്ട്രോണിക്സ് പോർഷൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എന്തായാലും വരും, നമുക്കതറിയാം. ആൻഡ് ഇലക്ട്രോണിക്സ് പോർഷനിൽ വന്നിരിക്കും. Okay, so we have to anticipate that kind of questions and work it out. Okay, നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, എനിവേ യു ഹാവ് ടു വർക്ക് ദാറ്റ് ഔട്ട്. അത് വരത്തില്ല എന്നൊരു അസംഷനിൽ നിങ്ങൾ ഇരിക്കരുത്. ഓക്കെ, പിന്നെ ഈ ലാസ്റ്റ് മോസ്ഫെറ്റ്, N ചാനലോ P ചാനലോ മോസ്ഫെറ്റ് വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 3 എളുപ്പമല്ലേ? ഇത്രയും വാസ്റ്റ് ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ the thing is that നമ്മൾ ഇത് ഇലക്ട്രോണിക്സിന്റെ നിങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണല്ലേ, ബിടെക്കിൽ കയറിയ ശേഷം നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ എക്സ്പെഷ്യലി ഗ്രൂപ്പ് ബി കാർക്ക് ദിസ് ഇസ് യുവർ ഫണ്ടമെന്റൽ സബ്ജക്ട് ഫോർ ദി അപ്കമിങ് സെമസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് വെരി ബേസിക് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ അല്ല. വിൽ ഹാവ് ടു ഗോ എ ബിറ്റ് ഡീപ്പ് ഇൻസൈഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫണ്ടമെന്റലി നമുക്ക് കോൺസെപ്ച്വലി പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ആദ്യത്തെ സെക്ഷൻ കണ്ടോ, ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മോഡ്യൂൾ 1 ഓൾറെഡി ഈ ഒരു സെക്ഷൻ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോവാ കേട്ടോ. ആർക്കെങ്കിലും ആ ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മോഡ്യൂൾ 1 ക്ലാസ്സിലോട്ട് പോവാ, അതിലൊന്ന് കണ്ടുപോവാ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. അവർ ചോദിക്കാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ്. എന്താണ് ആക്റ്റീവ് പാസീവ്, എന്തൊക്കെ കോമ്പണൻസ് ആണ് വരുന്നത്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതാണ് ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതുമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പൊ ആക്റ്റീവ് പാസീവ് ഉള്ള മെയിൻ ഡിഫറൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സി, ആക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാ വരുന്നത്? സി, ഈ ഒരു ഫിഗർ കണ്ടോ. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ കാണുന്ന ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഈ പറയുന്ന LED, സ്വിച്ച്, IC, മൈക്രോ പ്രോസസർ, ഇതെല്ലാം എന്തിലാ വരുന്നത്? ഒരു ആക്റ്റീവ് കോമ്പണന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെ എലമെന്റ്സ് ആയ ഈ കണ്ടോ, ഈ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ പാസീവ് കോമ്പണന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ ഞാനിപ്പോ ഈ കൊടുത്തേക്കുന്ന ഈ കണ്ടന്റ് ഒക്കെ അല്ലേ, ഇതൊക്കെ നിങ്ങളുടെ നോട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ വരികയാണെങ്കിൽ ഈ നോട്ട്സ് ഫുൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാനുള്ള കണ്ടന്റ് കൂടെ ഇൻക്ലൂഡിംഗ് ആണ് ഇതിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കേ, ഇതിൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ദേ ഇൻജെക്ട് പവർ ഓർ എനർജി ഇൻ ടു എ സർക്യൂട്ട്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നെറ്റ്വർക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഈ നെറ്റ്വർക്കില് പവർ അബ്സോർബ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവും, പവർ ഡെലിവർ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവും. ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിക്കൽ നമ്മൾ മോഡ്യൂൾ 1 പഠിച്ചല്ലേ. അപ്പൊ ഒരു ഞാനൊരു സർക്യൂട്ട് പറഞ്ഞാൽ ഇതൊരു ബാറ്ററി ആണ്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? പവർ ഈ സർക്യൂട്ടിലോട്ട് കൊടുക്കും. ആൻഡ് ഈ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? ഈ വോൾട്ടേജ് സോഴ്സ് തരുന്ന പവറിനെ അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? സോ there are power absorbing devices, power delivering devices. Those devices which are delivering the power or energy, പവറും എനർജിയും റിലേറ്റഡ് ടേംസ് ആണെന്ന് ഞാൻ മോഡ്യൂൾ 1 പഠിപ്പിച്ചായിരുന്നു അല്ലെ. അപ്പോ ഈ പവറോ എനർജിയോ നമ്മുടെ സർക്യൂട്ടിലോട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു എലമെന്റ് ഞാൻ എന്ത് പറയും? ഒരു ആക്റ്റീവ് കോമ്പണന്റ് എന്ന് ഞാൻ പറയും. ആൻഡ് സംതിങ് വിച്ച് ഇസ് അബ്സോർബിംഗ് ദോസ് പവർ, ലൈക്ക് ഈ പറയുന്ന ഈ റെസിസ്റ്റർ ആയാലും ഈ കപ്പാസിറ്റർ ആയാലും ഇൻഡക്ടർ ആയാലും ഇതെല്ലാം എന്ത് ചെയ്യും? പവറിനെ അബ്സോർബ് ചെയ്യും, ഇല്ലെങ്കിൽ എനർജിനെ സ്റ്റോർ ചെയ്യും അല്ലെ. നമ്മുടെ കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്താ ചെയ്തേ? എനർജിനെ സ്റ്റോറല്ലേ ചെയ്തേ. അപ്പൊ അങ്ങനത്തെ ഡിവൈസ് ഞാൻ എന്ത് പറയും? പാസീവ് കോമ്പണൻസ് എന്ന് പറയും. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി ബേസിക് ഡിഫറൻസ്. ഓക്കെ, ആക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് പവർ റിലീസിങ് അല്ലെങ്കിൽ പവർ ഡെലിവറിങ് ആണ്. പാസീവ് എന്താ ചെയ്യുന്നത്? ഇറ്റ് യൂട്ടിലൈസസ് എ പവർ അല്ലെങ്കിൽ അബ്സോർബ്സ് എ പവർ. ഓക്കെ, പിന്നെ എന്ത് പറയാൻ പറ്റും? നമ്മുടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ, IC, SCR, കറണ്ട്, വോൾട്ടേജ് സോഴ്സ് എല്ലാം എന്താണ്? ആക്റ്റീവ് ആണ്. അതുപോലെ പാസീവിലോ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ, മോട്ടോർ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പാസീവ് കോമ്പണൻസ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ആക്റ്റീവ് കോമ്പണൻസ് ക്യാൻ കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട്. കാരണം എന്താണ്? ആക്റ്റീവ് കോമ്പണന്റ് നമ്മൾ ഇവിടെ കണ്ടു, ഇത് വോൾട്ടേജ് സോഴ്സ് അല്ലേ. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഈ വോൾട്ടേജ് സോഴ്സിന് വേണമെങ്കിൽ കറണ്ട് സോഴ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത്ര നിങ്ങൾ ആലോചിക്കണം, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാരണം V is proportional to I അല്ലേ, ഓംസ് ലോ വെച്ചിട്ട്.
അപ്പോൾ ഈ പറയുന്ന വോൾട്ടേജ് സോഴ്സിന് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന കറണ്ടിനെ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം വോൾട്ടേജ് മാറണമെങ്കിൽ കറണ്ട് മാറും അല്ലേ? സോ ഓബിയസ്ലി ഇറ്റ് ക്യാൻ കൺട്രോൾ. പക്ഷെ ഈ പറയുന്ന പാസീവ് കോമ്പണൻസിനൊന്നും ആ ഒരു കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ദേ ക്യാൻ നോട്ട് കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട്. പിന്നെ എന്താണ്, ദേ ക്യാൻ ഓൺലി എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ സ്റ്റോർ ദി എനർജി. മനസ്സിലായോ? അത് റെസിസ്റ്ററിനുള്ള കപ്പാസിറ്റി ഇൻഡക്ടറിനും സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ ഇക്വേഷൻസും ബേസിക്സും ഒക്കെ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചായിരുന്നു. പിന്നെ ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ആക്റ്റീവ് കമ്പോണൻസ് ഹാവ് ദ എബിലിറ്റി ടു ആംപ്ലിഫൈ ദ സിഗ്നൽ. നമ്മൾ BJT ട്രാൻസിസ്റ്റർ എന്നൊക്കെ ഇനി പഠിക്കും. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കും എന്താണ് ഈ പറയുന്ന ഡിവൈസസിന് നമ്മുടെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന്. ഓക്കെ, അതുപോലെ ഇവിടെ പാസീവ് കമ്പോണൻസ് ആണെങ്കിലോ അവർക്ക് ആംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ദേ ക്യാൻ ഓൺലി സ്റ്റോർ ദ സിഗ്നൽ. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ്, ഈ 1 2 3 4 ഈ 4 പോയിന്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു ടേബിൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കാം. ഓൾറൈറ്റ്. അപ്പൊ ഇനി ഇപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഫസ്റ്റ് പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ് പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസിൽ ആക്ച്വലി എന്താണ് ഒത്തിരി ടൈപ്സ് കൊടുത്തേക്കും. ലൈക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്റ്റീവ് കോമ്പണൻസ്, പാസീവ്, നമ്മുടെ റിയോസ്റ്റാറ്റ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അങ്ങനെ ഒത്തിരി ഡിവൈസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കും. പക്ഷെ അത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറില്ല. അതിപ്പോ എന്താണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് എന്താണ്, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ എന്താണ്, വേരിയബിൾ കപ്പാസിറ്റർ എന്താണ്, മൈക്ക കപ്പാസിറ്റർ എന്താണ്, ഇതെല്ലാം എന്താണ് നിങ്ങൾ ലാബിൽ ഈ IEEE കറസ്പോണ്ടിങ് ലാബ് നിങ്ങൾക്ക് കോളേജിൽ ഉണ്ടാവും. അപ്പൊ ലാബിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഡിവൈസസ് ആണ്. അപ്പൊ ആ ഡിവൈസസിനെ പറ്റി അതിന്റെ പവർ റേറ്റിംഗ്, അതിന്റെ എന്താണ് ടോളറൻസ് വാല്യൂ എന്താണ്, അതിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ എത്രയാണ്, ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിൽ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ എന്താണ് ക്ലാസ്സിൽ തീരെ നമ്മുടെ ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് റെലവെന്റ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സെക്ഷൻസ് ഡീപ്പായിട്ട് എടുക്കാത്തത്. അത് വെറും തിയറിയാണ്. ഓക്കെ, ഇഫ് സമ്മൺ വോണ്ട്സ് ടു നോ അബൌട്ട് ഇറ്റ് നിങ്ങളുടെ ലാബ് യൂസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി ദേർ. അതർവൈസ് യു കൻ ഓൾസോ ജോയിൻ അവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിലോട്ട് നമ്മുടെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അബൌട്ട് ദാറ്റ് ഒരു ടോപ്പിക്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ ആ യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ അല്ലേ? അപ്പൊ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എത്രയാണ്. ഇനി കമ്മിങ് ടു അവർ മെയിൻ ടോപ്പിക്, എന്താണ് സെമി കണ്ടക്ടർ തിയറി. നമ്മുടെ സിലബസിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് കഴിഞ്ഞിട്ട് നേരെ അവരെടുത്തിരിക്കുന്ന ടോപ്പിക് എന്താണ്, PN ജംഗ്ഷൻ ഡയോഡാണ്. പക്ഷേ PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? 11th 12th ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് ഡയോഡ് എന്താണ്, അതിന്റെ VI ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിന്റെ കറണ്ട് എന്താണ്, അതിന്റെ വോൾട്ടേജ് ഫ്ലോ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് പറയായിരിക്കും ഡയോഡ് പഠിക്കണമെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്ത് എങ്ങനെ ഡയോഡ് മാത്രം പഠിക്കാൻ പറ്റത്തില്ല. വി നീഡ് ടു നോ അബൌട്ട് വാട്ട് ഇസ് ദിസ് PN. PN എന്ന് പറയുമ്പോൾ എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ വി ക്യാൻ മൂവ് ഓൺ ടു സ്റ്റഡി ദ ഡയോഡ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ആ ഒരു സെമി കണ്ടക്ടർ തിയറി അറിയാവുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. സോ ജനറലൈസിങ് അറിയാത്ത കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സെമി കണ്ടക്ടർ തിയറി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ IEEE എന്ന് പറയുന്നത് ഗ്രൂപ്പ് A and B സ്റ്റുഡൻസിനാണെങ്കിൽ ഇപ്പൊ പാരലി നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് സബ്ജക്ട് ഉള്ള സ്റ്റുഡൻസും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെമി കണ്ടക്ടർ തിയറി ഇതേ സംഭവം, ഇതേ NNP സെമി കണ്ടക്ടേഴ്സ് PN ജംഗ്ഷൻ ഡയോഡ് ആണ് നിങ്ങളുടെ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിൽ ഗ്രൂപ്പ് A and B സ്റ്റുഡൻസിന് ഇതൊരു മോഡ്യൂൾ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഫിസിക്സ് ഞാൻ തന്നെ നിങ്ങൾക്ക് എടുത്തേക്കുന്നത് KT ഓൺലൈൻ സ്റ്റഡി ആപ്പില് നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ സെമി കണ്ടക്ടർ തിയറി പറയും മുന്നേ എന്താണ് ഈ സെമി കണ്ടക്ടർ? വെരി ബേസിക്സ്. നമുക്ക് 3 ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ആണ്. ഏതൊക്കെയാണ്? നമുക്ക് കണ്ടക്ടർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്, ഇൻസുലേറ്റർ ഉണ്ട് അല്ലെ? അപ്പൊ കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ഈ പറയുന്ന മെറ്റൽസ് ഒക്കെ വരും. അതേപോലെ ഇൻസുലേറ്റർ എന്താണ്? നമ്മുടെ റബ്ബർ, ഗ്ലാസ്, വുഡ്, ഇതൊക്കെ വരുന്നത് എന്താണ്? നമ്മുടെ ഇൻസുലേറ്റർ. അപ്പൊ ബേസിക് ഡിഫറൻസ് എന്താണ്? കണ്ടക്ടർ എന്ന് പറയുമ്പോൾ വെരി ഹൈലി കണ്ടക്ടിങ് ഒരു ഡിവൈസ് ആണ് അല്ലെ? കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ? മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ആൻഡ് ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അതുവഴി കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് കണ്ടക്ടറും പാസ് ചെയ്യാത്തത് എന്തുവാണ്? ഇൻസുലേറ്ററും ആണ്. ആൻഡ് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് വരുന്ന ഡിവൈസ് ആണ് സെമി കണ്ടക്ടർ. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം. കണ്ടക്ടറിന്റെ അത്ര കണ്ടക്ട് ചെയ്യത്തുമില്ല, ഇൻസുലേറ്ററിന്റെ അത്ര എന്താണ് റിപ്പൽ ചെയ്യത്തുമില്ല കറണ്ടിനെ. മനസ്സിലായോ? എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, സെലിനിയം, ഇതൊക്കെ നമ്മുടെ ടൈപ്സ് സെമി കണ്ടക്ടർ ആണ്. ആൻഡ് മോസ്റ്റ് അബണ്ടലി നേച്ചറിൽ കാണുന്ന എന്താണ്? സിലിക്കൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ആണ്. സിലിക്കണും ജെർമേനിയവും എന്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്? രണ്ട് നമ്മുടെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എലമെന്റൽ സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ?
അപ്പോൾ നമ്മുടെ എന്താണ് ഈ പറയുന്ന സെമി കണ്ടക്ടർ ഇസ് എ പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാ വരുന്നത്? ഒത്തിരി ആപ്ലിക്കേഷൻ. നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ്, നിങ്ങളുടെ ഫോണോ ഒരു ഐസിയോ ഒരു ചിപ്പോ എന്തെടുത്താലും ഇതിന്റെ ഒക്കെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെമി കണ്ടക്ടർ വെച്ചിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ നോക്കി, ഇത്രയും ആപ്ലിക്കേഷൻ ഉണ്ട്. ഡയോ, ട്രാൻസിസ്റ്റർ, ഐസി, LED, സോളാർ സെൽ, ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻസ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ എന്താണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്? ഇറ്റ്സ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ. ടൈപ്പ് പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ ഇസ് മെയിൻലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ കോമ്പോസിഷനും പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എലമെന്റലും കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആയിട്ട് പറയും. വേറെ എലമെന്റൽ എന്താണ്? ആ സെമി കണ്ടക്ടർ, ഒരു എലമെന്റൽ സെമി കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു എലമെന്റ് വെച്ചിട്ട് മാത്രമായിരിക്കും. അതായത് ഈതർ ഒരു സിലിക്കണോ അല്ലെങ്കിൽ ഒരു ജെർമേനിയമോ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഒരു എലമെന്റൽ സെമി കണ്ടക്ടർ. മീൻ വൈൽ ഈ പറയുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്താണ്? കോമ്പിനേഷൻസ് ഓഫ് എലമെന്റൽ സെമി കണ്ടക്ടർ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഒരു കോമ്പൗണ്ട്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതല്ലേ, വി ഹാവ് എലമെന്റ്സ് ആൻഡ് വി ഹാവ് കോമ്പൗണ്ട്സ്. കോമ്പിനേഷൻസ് ഓഫ് എലമെന്റ്സ് ഫോം എ കോമ്പൗണ്ട്. ഹോമോജീനിയസ് ഉണ്ട്, ഹെട്രോജീനിയസ് എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ പണ്ട് സ്കൂളിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും. ആൻഡ് ഈ വർഷം നിങ്ങൾ കെമിസ്ട്രിയിൽ അതിനെ പറ്റിയും പഠിക്കും കേട്ടോ. ഓക്കെ. അതേപോലെ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഇനോർഗാനിക്കും ഓർഗാനിക്കും ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക്കും, അതില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നോൺ ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് നമ്മൾ പറയാറുണ്ട്. ഗാലിയം ആർസനൈഡ്, സിങ്ക് ഓക്സൈഡ്, സെലിനിയം സൾഫൈഡ്, ഇതെല്ലാം എന്താണ്? കാഡ്മിയം സൾഫൈഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഇനോർഗാനിക് സെമി കണ്ടക്ടറിൽ വരും. പിന്നെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി. അല്ലെ, ഒരു സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ അത് പ്യുവർ ഫോമിലും ഉണ്ടാവും, ഇംപ്യൂർ ഫോമിലും ഉണ്ടാവും. പ്യുവർ ഫോം എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? പ്യുവർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇംപ്യൂർ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അല്ലെ, എന്താണ് എങ്ങനെ ആഡ് ചെയ്യുന്നത്? നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസിന് എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന പ്യുവർ സെമി കണ്ടക്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? അതൊരു ഇംപ്യൂർ സെമി കണ്ടക്ടർ ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കലി പറയുന്ന ടേം ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അല്ലെ, ഇനി ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി രണ്ട് ടൈപ്പ് ആവാം. നമുക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഏത് ഇമ്പ്യൂരിറ്റി ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്ത്, പെന്റാവാലന്റ് ആണെങ്കിൽ ഞാൻ എൻ ടൈപ്പ് എന്ന് പറയും, ട്രൈവാലന്റ് ആണെങ്കിൽ ഞാൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഇസ് ദ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇംപ്യൂർ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത സെമി കണ്ടക്ടർ ആണ്. അതിൽ എൻ ടൈപ്പ് പി ടൈപ്പ് ഉണ്ട്. ഈ പെന്റാവാലന്റ് ട്രൈവാലന്റ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇനി ഇൻ ദി ഫർദർ സെഷൻസ് ഞാൻ പഠിപ്പിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് കവർ ചെയ്യാം. ഇനിയിപ്പോ നോക്കിയേ നെക്സ്റ്റ്, നമുക്ക് ഇവിടെ ഈ സബ്ജക്റ്റിൽ നമുക്ക് മെയിൻലി ഹാൻഡിൽ ചെയ്യേണ്ടത് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ ഇമ്പ്യൂരിറ്റി ഉള്ള ക്ലാസിഫിക്കേഷൻ എന്നോട് പറഞ്ഞേക്കാണ്. കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാൻ. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സെമി കണ്ടക്ടർ നമ്മൾ ബേസ്ഡ് ഓൺ ഇമ്പ്യൂരിറ്റി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആവുന്നുണ്ട്. അല്ലെ, ഇൻട്രിൻസിക്കും ആവുന്നുണ്ട്, എക്സ്ട്രിൻസിക്കും ആവുന്നുണ്ട്. ഇൻട്രിൻസിക്കിൽ പറയുകയാണെങ്കിലോ ഇറ്റ്സ് എ പ്യുവർ ഫോം ആണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? ജെർമേനിയം ആൻഡ് സിലിക്കൺ ആ പറയുന്ന സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടർ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോൾസും ഉണ്ടാവും. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അല്ലെ, നമ്മളിപ്പോ ഈ പറയുന്ന സിലിക്കൺ തന്നെ എടുത്തേ. സിലിക്കൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കേ, ഇതാണ് നമ്മുടെ സിലിക്കന്റെ കേസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ആൻഡ് അതിന്റെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ഒരു സിലിക്കൺ എന്ന് പറയുന്ന ഒരു ആറ്റം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റലി ഒരു ആറ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? അതിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും ആൻഡ് സറൗണ്ടിങ് ബൈ എന്താണ്? ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദി ഇലക്ട്രോണിക് ഓർബിറ്റൽസ്. ഈ ഓർബിറ്റലിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോൺസ് കാണും. ആൻഡ് ഈ നടുക്കുള്ള ന്യൂക്ലിയയിൽ എന്തുണ്ടാവും? ഈ ന്യൂക്ലിയക്കകത്താണ് നമുക്ക് പ്രോട്ടോൺസും ഉണ്ടാവുന്നത്, ന്യൂട്രോൺസും ഉണ്ടാവുന്നത്. അല്ലെ, നമുക്ക് പ്രോട്ടോൺസും ഉണ്ടാവും, നമുക്ക് ന്യൂട്രോൺസും ഉണ്ടാവും, വിച്ച് ആർ ന്യൂട്രൽ. അല്ലെ, ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഓഫ് എൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സിലിക്കൺ ആറ്റം അല്ലേ? സിലിക്കന്റെ കേസിൽ നമുക്ക് ടോട്ടൽ എത്രയാണ് നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്? 14 ഇലക്ട്രോൺസ് കാണും. ഓക്കെ, വി വിൽ ഹാവ് 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ആ 14 ഇലക്ട്രോൺസ് നോക്കിയാൽ അതിനാണ് ഞാൻ ഈ കോൺഫിഗറേഷൻ ആക്കി എഴുതിയിരിക്കുന്നത്. അല്ലെ, അതിൽ നമുക്ക് എസ് ഉണ്ട്, പി ഉണ്ട്. അല്ലെ, എസും പിയും ഉണ്ട്.
SNB എന്താണ് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ആൻഡ് ഞാൻ അതിലേക്കൊന്നും ഇത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല, ഇതൊക്കെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അപ്പൊ ആ ഒരു കോൺഫിഗറേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രം ആയിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ല് കണ്ടില്ലേ, അത് ആ ഒരു ഷെല്ലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ അകത്ത് കാണുന്ന ഇലക്ട്രോൺസിനാണ് എന്ത് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ സിലിക്കനെ സംബന്ധിച്ച് നമുക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് സിലിക്കൺ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ സിലിക്കനെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ സി ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ നമ്മൾ ഇതുപോലെ ഒത്തിരി സിലിക്കൺ ആറ്റംസ് കമ്പൈൻ ചെയ്താണ് സെമി കണ്ടക്ടർ ആവുന്നത് തന്നെ. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങള്, സി ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ കാണുന്ന ഒരു സിലിക്കൺ ആറ്റം ആണ്. ഓക്കെ, ഇതാണ് സിലിക്കൺ ആറ്റം ആണ്. അങ്ങനെ എത്ര സിലിക്കൺ ആറ്റംസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ അല്ലെ. ആൻഡ് ഈ ഓരോ സിലിക്കന്റെയും നമുക്ക് എത്ര ഉണ്ട്, 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ 4 വാലൻസ് ഇലക്ട്രോൺസ് കണ്ടോ ഇങ്ങനെ ഇരിക്കും, കണ്ടോ 1 2 3 4 ആയിട്ട് ഇരിക്കും. ഓക്കെ, കണ്ടോ 1 2 3 and 4. ആൻഡ് ഈ ആറ്റംസ് എന്താണ് നമുക്കറിയാം, വാലൻസ് ഇലക്ട്രോൺസ് എപ്പോഴും എന്ത് ചെയ്യും, അത് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ നോക്കും അല്ലെ. ഒക്ടറ്റ് എന്താണ്, ഒക്ടറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് അതിന്റെ വാലൻസിൽ വന്നാൽ എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ ആ ഒരു ആറ്റം സ്റ്റേബിൾ ആവും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ കൊണ്ടുവരാൻ ഈ സിലിക്കൺ എന്ത് ചെയ്യും, അതിനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിലിക്കനെ സംബന്ധിച്ച് അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, 4 എണ്ണം. അപ്പൊ ഒരു 4 എണ്ണം കൂടെ കിട്ടിയാൽ എന്ത് പറ്റും, അതിന് സ്റ്റേബിൾ ആവാൻ പറ്റും, അത് ഒക്ടറ്റ് അറ്റൈൻ ചെയ്ത് സ്റ്റേബിൾ ആവാൻ പറ്റും. അതിനു വേണ്ടി അത് എന്ത് ചെയ്യും, അത് തൊട്ടടുത്തിരിക്കുന്ന വേറൊരു സിലിക്കൺ കണ്ടോ, ഈ സിലിക്കണും ഈ സിലിക്കണും എടുക്കുകയാണെങ്കിൽ ഈ സിലിക്കണിന്റെ ഈ ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും കൂടെ എന്ത് ചെയ്യും, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായോ? കണ്ടോ, ഈ ഒരു ഇലക്ട്രോണും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. കോവാലന്റ് ബോണ്ടാണ് നമുക്ക്, കോവാലന്റ് ബോണ്ട് ഇസ് എ വെരി എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്, കെമിക്കൽ ബോണ്ടാണ് അല്ലെ. അപ്പൊ കണ്ടോ, ഇതാണ് ആ സിമ്പിൾ കണ്ടോ, ഇത് രണ്ടും കോവാലന്റ് ബോണ്ടായി. അതുപോലെ തന്നെ കണ്ടോ, ഈ സിലിക്കന്റെ ഈ ഒരു ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോണും എന്ത് പറ്റി, അത് നമ്മുടെ ഈ പറയുന്ന കോവാലന്റ് ബോണ്ടായി. അതുപോലെ ഇവിടെയും കോവാലൻസി ഉണ്ട്, ഇവിടെയും കോവാലൻസി ഉണ്ട് കണ്ടോ. അപ്പൊ സിലിക്കൺ ഇപ്പൊ ഇവിടെ 2 4 6 8 ഇലക്ട്രോൺ ആയില്ലേ, അപ്പൊ അതെന്തായി, ഒക്ടറ്റ് ആയി. അതുപോലെ ഈ പറയുന്ന എല്ലാ സിലിക്കണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇലക്ട്രോൺ ഷെയറിംഗ് ചെയ്ത് കോവാലന്റ് ബോണ്ടിങ്ങിലായി സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ഓഫ് സെമി കണ്ടക്ടറാണ് ഞാൻ എന്താ പറയുന്നത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഞാൻ എന്താ പറഞ്ഞേ, ഇൻട്രിൻസിക് കേസിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന സെമി കണ്ടക്ടറിന്റെ അകത്ത് ഇതിൽ ഒരു എലമെന്റേ വരും. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം സിലിക്കൺ ആണ്, ഇതല്ലാണ്ട് വേറൊരു ഇലക്ട്രോൺ വന്നിട്ടില്ലല്ലോ, വേറൊരു എലമെന്റ് ഇല്ലല്ലോ. അതാണ് ഈ പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതുകൊണ്ടാണ് നമ്മൾ പ്യുവർ ഫോം എന്ന് പറയുന്നത്, വേറൊരു എക്സ്റ്റേണൽ എലമെന്റ് അവിടെ ഉണ്ടാകത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും രണ്ടും സെയിം ആയിരിക്കും അല്ലെ. ആൻഡ് ഓൾസോ നമ്മൾ രണ്ടാമത്തെ എക്സ്ട്രിൻസിക് പറയുന്ന സമയത്ത് എന്ത് പറ്റും, നമുക്ക് അവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട് അല്ലെ, ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പോ എക്സ്ട്രിൻസിക്കിന്റെ കേസിൽ എൻ ടൈപ്പ്, അപ്പൊ എൻ ടൈപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറയും. ഓക്കെ, ആൻഡ് പി ടൈപ്പിൽ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആയിരിക്കും. സോ ഈ ഒരു എക്സാമ്പിൾസ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, കാരണം എക്സാമ്പിൾസ് ഇപ്പൊ അവരിപ്പോ എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ പോലും ഷോർട്ട് നോട്ട് ചോദിച്ചാലും ഈ ഒരു എക്സാമ്പിൾസിന് അവിടെ ഒരു കീ പോയിന്റ് ഉണ്ടാവും നമ്മൾ ആൻസർ കീ സെറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോക്കുക, ഫോസ്ഫറസ്, ആർസെനിക്, അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ട്രൈവാലിന് ഗാലിയം, ബോറോൺ, ഇന്ത്യം, അലുമിനിയം, അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അത് രണ്ടും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇൻ ഡീറ്റെയിൽ ഇനി വരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ജെർമേനിയം, സിലിക്കൺ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തിയറി എഴുതാനുള്ള കണ്ടന്റ് ആണ് ഈ മെറ്റീരിയൽ ഇട്ടേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള ഈ ഒരു എന്താണ് നമ്മുടെ സ്കീമാറ്റിക് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലുള്ള വർക്ക് നമുക്ക് അറിയണം. വർക്ക് എങ്ങനെയാന്ന് പറയുമ്പോൾ നമ്മള് ടെമ്പറേച്ചർ 0 കെൽവിനിലായിരിക്കുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് വി നോ ദാറ്റ് ടെമ്പറേച്ചർ കൂട്ടുന്നവർ എന്ത് പറ്റും, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പൊ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ഒരു സിലിക്കൺ എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, ഈ ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, ഈ ഇലക്ട്രോൺസ് എല്ലാം അതൊരു ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്നത്. മനസ്സിലായോ, ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് എന്ത് പറയാൻ പറ്റും, ആ സ്റ്റേബിൾ സ്റ്റേറ്റിനാണ് എനിക്ക് ബാലൻസ് ബാൻഡ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇനീഷ്യലി ഈ പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം നമ്മുടെ ബാലൻസ് ബാൻഡിൽ ഇരിക്കും. മനസ്സിലായില്ലേ, ഇത് ടെമ്പറേച്ചർ കൂട്ടും 0 കെൽവിൻ. എന്നിട്ട് നിങ്ങൾ പതിയെ ഈ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഈ പറയുന്ന ഈ ടെമ്പറേച്ചറിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇപ്പൊ അത് സിറ്റുവേറ്റഡ് ആയിട്ട് പെർട്ടിക്കുലർ എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട്
അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ ഈ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് പറ്റും, ഈ ഇലക്ട്രോൺസ് എല്ലാം ജമ്പ് ചെയ്ത് ഒരു ഹയർ എനർജി ലെവലിലോട്ട് പോകും. ഞാൻ അതിനെ എന്ത് പറയും, അതാണ് ഒരു കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. ആൻഡ് എനർജി അബ്സോർബ് ചെയ്ത് എന്ത് പറ്റും, ഈ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം ഇപ്പൊ ഇങ്ങോട്ട് പോയില്ലേ, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയി. ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് പല പല എനർജി ലെവലാണ് കേട്ടോ. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒരു ബാൻഡ് അല്ല, ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരയ്ക്കാൻ പറ്റത്തില്ല. അതിന്റെ അകത്ത് തന്നെ ഒത്തിരി എനർജി ലെവൽസ് ഉണ്ട്. ഇങ്ങനെ E1 E2 എന്ന് പറയുന്ന ഒത്തിരി ലെവൽസ് ഉണ്ട്. അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു പിക്ടോറിക്കലി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നതേ ഉള്ളൂ, ബാൻഡ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ റേഞ്ച് ഓഫ് അലവബിൾ എനർജി ലെവൽസിനാണ് എന്ത് പറയുന്നത്, ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പൊ പോകുന്ന സമയത്ത് ഇലക്ട്രോൺ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് എന്ത് പറ്റും, ഒരു വേക്കൻസി ക്രിയേറ്റ് ആവും അല്ലെ, അവിടെ ഒരു എംപ്റ്റിനെസ് ക്രിയേറ്റ് ആവും. ആ എംപ്റ്റിനെസ് ഞാൻ എന്ത് പറയും, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഹോൾ. മനസ്സിലായോ? ആൻഡ് ഇവരെ ഞാൻ എന്ത് പറയും, ദീസ് ആർ കോൾഡ് ആസ് ഇലക്ട്രോൺ. അപ്പൊ ഇതാണ് ഒരു സെമി കണ്ടക്ടറിനകത്ത് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബേസിക്കലി എന്ത് പറ്റും, സെമി കണ്ടക്ടർ ആയാലും മെറ്റൽ ആയാലും ഇത് തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസ് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ ഈ എനർജി ടെമ്പറേച്ചർ ആണോ നിർബന്ധമില്ല, തെർമൽ ആവാം, ഒപ്റ്റിക്കൽ എനർജി ആവാം. ഓക്കെ, ഒരു സോഴ്സ് ഓഫ് എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ജമ്പ് ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ സം ടൈം എന്ത് പറ്റും, ഈ ഇലക്ട്രോൺ തിരികെ ബാക്ക് ടു ഇറ്റ്സ് നോർമൽ പൊസിഷനിലോട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് പോയപ്പോൾ എനർജി അബ്സോർബ് ചെയ്തില്ലേ, ആ എനർജി ഇവിടെ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് കമ്മിങ് ബാക്ക് ടു ദി ഒറിജിനൽ പൊസിഷൻ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ദ പ്രോസസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങളുടെ ബേസിക്സ് ആണ്, പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റഫ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇനി കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്സ്, ഇവിടെ ഞാൻ പറയാണ്, ഇവിടെ ആദ്യം ടെമ്പറേച്ചർ ഇപ്പോൾ 0 കെൽവിൻ അല്ലേ ആണ്. ആൻഡ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പതിയെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന ഒരു സിലിക്കൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ദിസ് കോവലന്റ് ബോണ്ട് ആണ്. കോവലന്റ് ബോണ്ട് എന്താണ്, സ്ട്രോങ് ആണ് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ ഇപ്പോൾ 0 കെൽവിൻ ആവുമ്പോൾ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടക്ടിങ് ആവത്തില്ല. മനസ്സിലായില്ലേ? T ഈക്വൽ ടു 0 കെൽവിൻ ആവുന്ന സമയത്ത് എന്ത് പറ്റും, ഇറ്റ് ഇസ് നോൺ കണ്ടക്ടിങ് ഇൻ നേച്ചർ. കാരണം എന്താണെന്നറിയാവോ, കണ്ടക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വേണം. പക്ഷെ നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണെങ്കിലും അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടോ എന്ന് വെച്ചാൽ, കോവലന്റ് ബോണ്ടിങ്ങിൽ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഇലക്ട്രോണെങ്കിലും ഉണ്ടോ, ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇല്ല. കോവലന്റ് ബോണ്ടിന്റെ അകത്തുള്ളത് മൂവ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ല, എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ഇല്ല. പക്ഷെ നമ്മുടെ പർപ്പസ് എന്താണ്, സെമി കണ്ടക്ടർ ഹാസ് ടു ബി എ പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം ആണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ഹാവ് സം മൂവ്മെന്റ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ടെമ്പറേച്ചർ പതിയെ കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പറയുന്ന ടെമ്പറേച്ചറിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്ത് ഈ കോവാലന്റ് ബോണ്ടിന്റെ അകത്ത് കിടക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, റിലീസ് ആവും. എന്ന് വെച്ചാൽ ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസ് പുറത്തോട്ട് വരും. അപ്പൊ ഈ ഇലക്ട്രോൺ പുറത്തോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും, ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. അതുപോലെ ഒത്തിരി ഇലക്ട്രോൺസ് ഇവിടെയും ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് വരുന്ന കാരണം ഈ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യാണ്, പിന്നെയും എനർജി അബ്സോർബ് ചെയ്തിട്ട്, കാരണം ടെമ്പറേച്ചർ ഉള്ളതല്ലേ, ആ ടെമ്പറേച്ചർ എനർജി എടുത്തിട്ട് പിന്നെ അത് മൂവ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം എന്ത് പറ്റും, കറണ്ട് ഉണ്ടാവും, കണ്ടക്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് പറ്റും, നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് കാരണം എന്ത് പറ്റും, കണ്ടക്ഷൻ വിൽ ഹാപ്പൻ. മനസ്സിലായോ? ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. മനസ്സിലായോ? പക്ഷെ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറയുമ്പോൾ തന്നെ, ടെമ്പറേച്ചർ ഇപ്പോൾ 0 കെൽവിൽ നിന്നും ഞാൻ അത്യാവശ്യം കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ മാത്രമേ ഈ കോവലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എനർജി കൊടുക്കാൻ പറ്റും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്താലേ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അപ്പം ഇവർ ചിന്തിച്ചു, എന്താണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് ഇത് പോസിബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് സഡൻലി ഒത്തിരി കണ്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ 0 കെൽവിൻ ആവുമ്പോൾ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് വേണമെന്ന് ആര് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ച ആൾക്കാര് അവർ ആലോചിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്തിലോട്ട് പോയത്, നമ്മള് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് പോകുന്നത്. അപ്പൊ കണ്ടോ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മള് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയം കണ്ടോ, ഇവിടെ എന്ത് പറ്റി, ഈ ബോണ്ട് ബ്രേക്ക് ആയി. കണ്ടോ, ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺ പുറത്തോട്ട് വന്നു അല്ലെ, പുറത്തോട്ട് വന്നു. അപ്പൊ ഇലക്ട്രോൺ റിലീസ് ആവുന്ന സമയത്ത് ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എന്തുണ്ടാവും, ഒരു ഹോളും ഉണ്ടാവും. അങ്ങനെ ഒരു ഹോൾ ക്രിയേറ്റ് ആയി. മനസ്സിലായോ? അതാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രിൻസിന്റെ കേസ്. അപ്പൊ ഇനി ഇൻട്രിൻസിക്കിന്റെ നമ്മൾ ഇതിനെ പറഞ്ഞ ഇതേ കോൺസെപ്റ്റ്
ഞാൻ അതിനെ എന്ത് ചെയ്തു, നമ്മൾ അറ്റോമിക് ഡയഗ്രം വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നെ അല്ലെ. അതിനെ തന്നെ നമ്മുടെ ബാൻഡ് മോഡൽ ഡയഗ്രം ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഒന്നുമില്ല, സി ടെമ്പറേച്ചർ 0 കെൽവിൻ ആകുന്ന സമയത്ത് ഇത് നമ്മുടെ വാലൻസ് ബാൻഡ് ആണ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. വാലൻസ് ബാൻഡിന്റെ അകത്ത് പല എനർജി ലെവൽസിലായിട്ട് കണ്ടോ, പല ഇങ്ങനത്തെ എനർജി ലെവൽസിലായിട്ട് ആരുണ്ട്, നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ പതിയെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഇലക്ട്രോൺസ് എല്ലാം ജമ്പ് ചെയ്ത് മേലോട്ട് പോകും. എന്റെ ആ സ്ഥാനത്ത് ആരുണ്ടാവും, ഹോളും ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ദിസ് ഇനി ഈ പറയുന്ന ഇലക്ട്രോൺ ഹോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇത് ഞാനിപ്പോ വരച്ചേക്കുന്നതാണ്. ഇത് ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടർ ആണ്, ഇത് സെമി കണ്ടക്ടർ ആൻഡ് സോറി തിരിച്ച് ഇതൊരു ഇൻസുലേറ്റർ, ഇതൊരു സെമി കണ്ടക്ടർ ആൻഡ് ദിസ് ഇസ് എ കണ്ടക്ടർ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കേ. ഇൻസുലേറ്ററിന്റെ കേസിലാണോ ഇത് വാലൻസ് ബാൻഡ് ആയിരുന്നു ആൻഡ് ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും ആണെങ്കിൽ, അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഈ ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും, അതിന് ജമ്പ് ചെയ്ത് ഈ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനായിട്ട് ഇത്രയും ബാൻഡ് ഗ്യാപ്പ് എടുക്കും. ഇത്രയും എന്തെടുക്കും, ആ ഒരു എനർജി ഡിഫറൻസ് എടുക്കും. സോ ഒൺലി ഇഫ് വി ഗിവ് ആൻ എനർജി, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എനർജി ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ ഇലക്ട്രോണിന് ഇവിടുന്ന് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻസുലേറ്ററിന് എന്ത് പറ്റുന്നത്, അതിന് കണ്ടക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയും എനർജി അതിന് കിട്ടത്തില്ല. മനസ്സിലായോ? ഓക്കെ. അതുപോലെ നമ്മൾ ഈ സെമി കണ്ടക്ടറിൽ നോക്കിയേ, സെമി കണ്ടക്ടറിൽ കണ്ടക്ഷനും നമ്മുടെ ബാലൻസ് ബാൻഡും തമ്മിൽ ഈ ഒരു ചെറിയ ബാൻഡ് ഗ്യാപ്പ് ആണ്. അപ്പം ഇൻസുലേറ്ററിന്റെ അത്ര വലുതല്ല, ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി സ്മോളർ. സെയിം വേ കണ്ടക്ഷൻ ബാൻഡ് നോക്കിയേ, ബാലൻസും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യുന്നതാണ് കണ്ടക്ടറിന്റെ കേസ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് വെരി ഹൈലി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പൊ ഇതാണ് അബൌട്ട് അവർ എന്താണ് നമ്മുടെ ഡിഫറെന്റ് കമ്പാരിസൺസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്, നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പൊ എൻ ടൈപ്പിൽ എന്താ വരുന്നത്, എൻ ടൈപ്പിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓർബിറ്റലായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഈ ഒരു ഡയഗ്രം ഇല്ലേ, ഈ ഡയഗ്രത്തിൽ നമ്മൾ കണ്ട എന്തായിരുന്നു, നമുക്ക് എല്ലാം സിലിക്കൺ ആറ്റംസ് ആയിരുന്നു അല്ലെ. പക്ഷെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അതിൽ ഏതെങ്കിലും ഒരു സിലിക്കൺ ആറ്റമിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഒരു ഫോസ്ഫറസ് ആറ്റം വെച്ചാൽ ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിൽ 4 കോവാലന്റ് ബോണ്ട് ആയാൽ പോലും ആ ഒന്ന് എന്തായിട്ട് മാറും, ഫ്രീ ഇലക്ട്രോൺ. ഇതുപോലെ എന്തുമാത്രം ഫോസ്ഫറസ് ഉണ്ടാവും, എന്തുമാത്രം ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ ആവുമ്പോൾ തന്നെ there are ഫ്രീ ഇലക്ട്രോൺസ് എന്ന് മനസ്സിലാക്കുക. അവിടെ നിന്നും ടെമ്പറേച്ചർ കുറെ, അതായത് വളരെ ചെറുതായിട്ടൊരു ചേഞ്ച് വന്നാൽ പോലും ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പെട്ടെന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്ത് തുടങ്ങും, കണ്ടക്ഷൻ ആവും. എന്നിട്ട് ടെമ്പറേച്ചർ പതിയെ കൂട്ടി ഒരു പാർട്ടിക്കൽ ലെവൽ കഴിയുമ്പോൾ എന്ത് പറ്റും, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും, ആ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മാറും. അങ്ങനെ പറ്റുന്നേ. സെയിം വേ എന്ത് സംഭവിക്കും, എക്സ്ട്രിൻസിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ പറയുന്ന ഒരു സിലിക്കണെ മാറ്റി ഞാൻ ഒരു അലുമിനിയം ആറ്റം ഇട്ടാൽ അതെന്താണ്, ട്രൈവാലന്റ് ആണ്. ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ നോക്കേ, അവിടെ 3 ഇലക്ട്രോണെ കാണും, ഒരു ഇലക്ട്രോൺ വേക്കന്റ് ആയിരിക്കും. ആ ഇലക്ട്രോൺ വേക്കന്റ് ആയാൽ ഈ ഇലക്ട്രോൺ എന്തായിട്ട് മാറും, സിലിക്കന്റെ ഈ ഇലക്ട്രോണിന് പെയർ ചെയ്യാനായിട്ട് സാധനം ഇല്ലല്ലോ, അപ്പൊ അതെന്തായിട്ട് മാറും, ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ എഗെയിൻ ഇവിടെ കണ്ടക്ഷൻ സംഭവിക്കും. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇസ് ദാറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിന് എന്ത് നമ്മൾ പറയും, ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും അല്ലെ. അവർക്ക് 5 വാലൻസ് ഇലക്ട്രോൺ ആണ്, അതുകൊണ്ടാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി പി ടൈപ്പിന്റെ കേസിലാണെങ്കിലോ നമ്മൾ ആഡ് ചെയ്യുന്നത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. 3 വാലന്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് കാരണം പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവും. അപ്പോ ഈ പറയുന്ന എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നോക്കി നമ്മൾ അതിന്റെ ബാൻഡ് ഡയഗ്രം വരച്ചാൽ സി വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ഈ ഇൻ എക്സസ് ആയിട്ട് കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് വരത്തില്ലേ, ആ ഇലക്ട്രോൺസിന് എല്ലാം കൂടി ചേർന്നിട്ട് അതൊരു ബാൻഡ് ആയിട്ട് ഒരു എനർജി ലെവലായിട്ട് മാറും. ഞാൻ അതിനെയാണ് എന്റെ ഡോണർ ലെവൽ എന്ന് പറയുന്നത്. ഡോണർ എനർജി ലെവൽ എന്ന് പറയാൻ കാരണം എന്താണ്, ഇറ്റ് ഇസ് കൺസിസ്റ്റഡ് ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി. അത് എന്ത് എന്ന് പറയുമ്പോൾ സി നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ഞാൻ ഇതിലും പറയുകയാണെ. ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം ബാലൻസ് ബാൻഡിൽ ഉണ്ടാവും അല്ലെ, ബാലൻസ് ബാൻഡിൽ ഉണ്ടാവും. ആൻഡ് ഈ എക്സ്ട്രാ വരുന്ന ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടി ചേർന്ന് എന്തുണ്ടാവും, ഈ ഒരു എനർജി ലെവലിൽ ഇരിക്കും. എന്നിട്ട് പതിയെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഈ പറഞ്ഞ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവും അല്ലെ. എന്നിട്ട് പതിയെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ കൂട്ടുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസും കൂടെ ജമ്പ് ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പൊ അത് കാരണം ഇവിടെ വേക്കൻസി ക്രിയേറ്റ് ആവും. അതായത് ബേസിക്കലി ഈ ലെവൽ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഡോണർ ലെവൽ എന്നൊക്കെ പറയുന്നത്. സെയിം വേ പി ടൈപ്പിൽ എന്ത് പറ്റും, പി ടൈപ്പിന്റെ കേസിലാണെങ്കിൽ കണ്ടോ, ഇപ്പൊ നമ്മൾ ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബാലൻസ് ബാൻഡിന്റെ അകത്ത് എന്ത് പറ്റും, നമുക്ക് എല്ലാ ഇലക്ട്രോൺസും ഉണ്ടാവും, കോവലന്റ് ബോണ്ട് അകത്തിരിക്കുന്ന ഇലക്ട്രോൺസ്. ഇനി അതല്ലാണ്ട് കുറെ ഹോൾസ് ഇവിടെ എക്സൈറ്റ് ക്രിയേറ്റ് ആയില്ലേ ഇല്ലേ. അപ്പൊ അതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ബാലൻസ് ബാൻഡിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാലൻസ് ബാൻഡിന്റെ മുകളിലാണ് എന്ന് വെച്ചാൽ ചേർന്നാണെന്ന്. അങ്ങനെയല്ല, ബാലൻസ് ബാൻഡ് ഇങ്ങനെയാണെങ്കിൽ
അതിന്റെ മേലെ ആയിട്ട് വരുന്ന ലെവലാണ് ഇവിടെ അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ അക്സെപ്റ്റർ എനർജി ലെവലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ടാണ്. ഓക്കെ, അക്സെപ്റ്റർ ലെവലാണ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്ത് ചെയ്യും? ആ ലെവല് അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ. ഡോണർ ഡൊണേറ്റ് ഇലക്ട്രോൺ എങ്കിൽ അക്സെപ്റ്റർ അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിട്ട് ഞാൻ പതിയെ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഈ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ നോക്കുമ്പോൾ അതിന് വേണമെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാം, പക്ഷെ അത്ര എനർജി വേണം, അതിപ്പോ കിട്ടി കാണത്തില്ല. കാരണം ടെമ്പറേച്ചർ കുറഞ്ഞല്ലേ ഉള്ളൂ, കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അത് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു എനർജി ലെവൽ കിടക്കുകയാണ്, അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ അത്ര എനർജി വേണ്ട. അപ്പൊ അതെന്ത് ചെയ്യും? നേരെ ഈ എനർജി ലെവലിലോട്ട് ജമ്പ് ചെയ്യും, ക്രിയേറ്റിംഗ് വേക്കൻസീസ്. മനസ്സിലായോ? എന്നിട്ട് ഫർദർ അപ്പൊ അവിടെ ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ നടന്നു. മനസ്സിലായോ? എന്നിട്ട് പതിയെ ടെമ്പറേച്ചർ കൂട്ടി നല്ലൊരു ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇൻട്രൻസിൽ നടക്കും പോലെ കോലൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബാക്കി ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രോസസ്. മനസ്സിലായോ? അപ്പൊ കമ്പയർ ടു ഇൻട്രൻസിക് എന്താ സംഭവിക്കുന്നത്? ഇൻട്രൻസിക്കില് ടെമ്പറേച്ചർ അത്യാവശ്യം കൂട്ടിയാൽ മാത്രമേ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷെ എൻ ടൈപ്പിലും ബി ടൈപ്പിലും എന്താ സംഭവിച്ചു? നമ്മൾ ചെറിയ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ കണ്ടക്ഷൻ കിട്ടി. മനസ്സിലായി? അപ്പൊ പെട്ടെന്ന് കണ്ടക്ടിങ് ആയിട്ടുള്ള മെറ്റീരിയലേ നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് വൈ ദീസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്ട്രിൻസിക്കിൽ പറയുന്ന നമ്മുടെ എൻ ആൻഡ് പി സെമി കണ്ടക്ടേഴ്സ് ഞാൻ എടുത്തിട്ട് കണ്ടോ, ഇതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണ്, സിലിക്കൺ മെറ്റീരിയൽ ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തു, അവരെ ഞാൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് പി ടൈപ്പിൽ ഞാൻ ഒരു ആനോഡ് കണക്ഷൻ, എൻ ടൈപ്പിൽ ഒരു ആനോഡ് കണക്ഷൻ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ മെറ്റാലിക് വയർസ് കണക്ട് ചെയ്യാം, കോപ്പറോ സിൽവറോ അങ്ങനെ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നേ. മനസ്സിലായോ? സോ ഡയോഡ് ഇസ് നത്തിങ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് എന്താണ്? രണ്ട് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് വിച്ച് ആർ ഓഫ് ഓപ്പോസിറ്റ് നേച്ചർ. ഒന്ന് പി ടൈപ്പും ആവണം, ഒന്ന് എൻ ടൈപ്പും ആവണം. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ. അപ്പൊ ഈ ഒരു സാധനം ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഇസ് യുവർ എൻ സൈൻ, പി എൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ അകത്ത് ആരാണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്? ഹോൾസ് ആണ് അല്ലെ? നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഹോൾസ് ആയിരിക്കും. കാരണം നമ്മൾ ഇടുന്നത് എന്ത് ഇമ്പ്യൂരിറ്റി ആണ്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ്, പെന്റാവാലന്റ് ആണ്. അപ്പൊ ഒരു വേക്കൻസി വരും അല്ലെ? അപ്പൊ എൻ ടൈപ്പിൽ ആരായിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്? ഇലക്ട്രോൺസും ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫണ്ടമെന്റൽ ടു ലേണിംഗ് എന്താണ് ഡയോഡ്. അപ്പൊ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, സെമി കണ്ടക്ടർ അറിയാണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ് ചാടിക്കറി പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് പാർട്ട് എയിൽ വേണമെങ്കിൽ ഷോർട്ട് ആയിട്ട് വി ഐ ക്യാര എന്താന്ന്, വോൾട്ടേജ് കറന്റ് ക്യാര നമ്മൾ ഇവിടെ പഠിക്കും, ക്യാരക്ടറിസ്റ്റിക്സ്, അത് ചോദിക്കാം. ഇല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, നമുക്ക് വർക്കിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ചോദിക്കാം. അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അതേപോലെ എന്താണ് ബയാസിംഗ് മോഡ്സിനെ പറ്റിയും ചോദിക്കാം. ഇതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്റ്റഡി ദിസ് വെരി കെയർഫുള്ളി. ഇനി നോക്കിയേ, ഈ പറഞ്ഞ പി എൻ ജംഗ്ഷൻ ഡയോഡിന് തന്നെ നമ്മുടെ ഡയഗ്രമാറ്റിക് എക്സ്പ്രഷൻ ഇതാണ്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, ഇത് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഇത്രയും. ഇത് നമ്മുടെ എൻ ടൈപ്പ് മെറ്റീരിയലും ആണ്. അത് കണക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി? സി പി ടൈപ്പിൽ കണ്ടോ കുറെ നമുക്ക് എന്തുണ്ട്? ഹോൾസ് ഉണ്ട് അല്ലെ? അതുപോലെ എൻ ടൈപ്പിൽ ആരുണ്ട്? ഇതൊക്കെ ഇലക്ട്രോൺസ് ആണ്. അത് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ നടുക്ക് റീജിയൻ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, ഇതിനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്നോ ഇല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്നോ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അകത്ത് കണ്ടോ ഒരു പ്ലസ്, ഇവിടെ കുറെ പ്ലസ് ഉണ്ട്, ഇവിടെ കുറെ മൈനസ് ഉണ്ട്. ഇതിനാണ് ഞാൻ അയോൺസ് എന്ന് പറയുന്നത്. അയോൺസ് ക്രിയേറ്റ് ആവും. മനസ്സിലായോ? രണ്ട് പി ആൻഡ് എൻ ജംഗ്ഷൻ ചുമ്മാ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതല്ല കേട്ടോ. ഇതിനൊക്കെ ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ് ഉണ്ട്. നമ്മൾ കെമിക്കലി ചെയ്യുന്ന ഒത്തിരി ഫാബ്രിക്കേഷൻ പ്രോസസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ബാക്ക് ടു ബാക്കിനെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഡയറക്ട്ലി നമ്മൾ കണക്ട് ചെയ്താൽ ഡയോഡ് ആവത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ലാബിൽ നിങ്ങൾ കാണും, ഈ ഒരു ഡിവൈസ് കാണും, ഡയോഡ് കാണും. ഇപ്പൊ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒരു ഡിവൈസ് ആയിട്ട് വരും. ഇവിടെ റിംഗ് കാണും. ഇതൊരു ഗ്രേ ആൻഡ് എന്താണ് ബ്ലാക്ക് കളർ ഒരു ഡിവൈസ് ആയിരിക്കും ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോളൂ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ പറയുന്ന ഡിപ്ലീഷൻ റീജിയൻ എന്താണ്, ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വിൽ ഗെറ്റ് ഓൺ ടു ദാറ്റ്. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ, ഈ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെ ഫോം ചെയ്തെന്ന് അറിയാൻ, അതിനാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമുക്ക് ആക്ച്വലി 3 കോൺസെപ്റ്റ്സ് പഠിക്കണം. അതായത് ഫസ്റ്റ് വൺ ഇസ് എന്താണ് ഡിഫ്യൂഷൻ, രണ്ടാമത്തത് എന്താണ് ഡിപ്ലീഷൻ റീജിയൻ, മൂന്നാമത്തത് എന്താണ് ഡ്രിഫ്റ്റ്. ഈ 3 മൂവ്മെന്റ്സ് അല്ലെങ്കിൽ 3 ടെക്നീക്സ് ആണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ എന്താന്ന് പറയുന്നത് ബേസിക്കലി വാട്ട് ഇസ് എ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ? സാധാരണ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഒരു ഹൈ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്നും
ഒരു ലോ കോൺസെൻട്രേഷൻ റീജിയനിലോട്ട് പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്യൂസിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ത് വിചാരിക്കുക, നിങ്ങൾ ഒരു കുഞ്ഞൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ നമ്മുടെ എന്താണ് ഈ ഉണക്കമുന്തിരി ഇല്ലേ, നമ്മൾ പായസത്തിലേക്ക് ഇടുന്ന ഒരു ഉണക്കമുന്തിരി ഉണ്ടാകത്തില്ലേ, അത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഇടുകയാണ്. അപ്പൊ എന്താ പറ്റുന്നേ, ഈ ഉണക്കമുന്തിരി കുറെ നേരം കഴിയുമ്പോൾ എന്ത് പറ്റും, അത് വീർത്ത് വരും. അതെന്തുകൊണ്ടാ, ഈ പുറത്തുള്ള വെള്ളം അത് അബ്സോർബ് ചെയ്യും. അതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്, കാരണം ഈ പുറത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഇസ് എ റീജിയൻ ഓഫ് വെരി ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ഈ മുന്തിരിക്ക് അകത്ത് വെള്ളമുണ്ടോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ പുറത്തുള്ള ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ ആയ ഇൻസൈഡ് ദാറ്റ് മുന്തിരി എന്ത് പറ്റും, ഈ പറയുന്ന വെള്ളം എന്ത് ചെയ്യും, മൂവ് ചെയ്യും, അബ്സോർബ് ചെയ്യും. അതാണ് ഡിഫ്യൂഷൻ. അത് തന്നെ ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എൻ ടൈപ്പ് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ അതിന്റെ അകത്ത് കുറെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. പി ടൈപ്പ് നോക്കുകയാണെങ്കിലും അവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തോട്ട് അത് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായോ? ഇലക്ട്രോൺസ് അവിടെ മൂവ് ചെയ്യും, എൻ ടൈപ്പിൽ നിന്നും പി ടൈപ്പിലോട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് കണ്ടോ, ഈ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? സെയിം വേ എന്ത് പറ്റും, എൻ ടൈപ്പിന്റെ അകത്ത് ഹോൾസ് കുറവാണ്, പി ടൈപ്പിന്റെ അകത്ത് ഹോൾസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ഹോൾസ് എന്ത് ചെയ്യും, പി ടൈപ്പിൽ നിന്നും എൻ ടൈപ്പിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ ഈ മൂവ്മെന്റ് നടക്കും. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ എന്ത് പറ്റും, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം കറണ്ട് ഉണ്ടാവും. നമ്മൾ അതിനെ ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയും. പക്ഷേ അതെന്താണ്, ഇപ്പൊ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇതാണ് ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കൺവെൻഷണൽ, നമ്മൾ സാധാരണ പറയുന്ന കറണ്ട് എപ്പോഴും എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇലക്ട്രോണിക് കറണ്ട് നമ്മൾ എവിടെയാണോ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൺവെൻഷണൽ കറണ്ട് എന്ന് പറയാറുള്ളത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ കൺവെൻഷണൽ കറണ്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സർക്യൂട്ടിൽ ഇരിക്കുന്ന കറണ്ട് എല്ലാം അങ്ങനെയാണ്, ഇലക്ട്രോൺസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫ്യൂഷൻ പ്രോസസ്സ്. എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നോക്കേ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം എന്ത് പറ്റുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. ഈ കാണുന്ന ഇപ്പൊ ഒരു ഇലക്ട്രോൺ എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലോട്ട് പോവാന്ന് വെച്ചാൽ എൻ ടൈപ്പിന്റെ അകത്ത് ആരുണ്ടാവും, നമുക്ക് സിലിക്കൺ ആറ്റം ഉണ്ടാവത്തില്ലേ, ഇല്ലേ, ഒരു സിലിക്കൺ ആറ്റം ഉണ്ടാവും. അപ്പൊ സിലിക്കൺ ആറ്റത്തിന്റെ അകത്തുള്ള മേ ബി ഈ ഒരു ഇലക്ട്രോൺ സിലിക്കൺ ആറ്റം, അതുപോലെ എന്താണ് സിലിക്കൺ ആറ്റംസിന്റെ ആ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ, ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് അതിന്റെ അകത്ത് വരുന്നേ, സപ്പോസ് വിചാരിക്കുക ഈ സിലിക്കന്റെ അകത്ത് ഉള്ള ഈ ഒരു ഇലക്ട്രോൺ, ഓക്കെ, ആ ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ എടുത്തിട്ട് ആ ഒരു ഇലക്ട്രോൺ ആണ് ഡിഫ്യൂസ് ചെയ്ത് എങ്ങോട്ട് പോകാൻ പോകുന്നത്, നമ്മുടെ പി സൈഡിലോട്ട് പോകാൻ പോകുന്നത് വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റി, ആക്ച്വലി ഈ സിലിക്കൺ ആറ്റം ഇസ് ആക്ച്വലി ലൂസിങ് എൻ ഇലക്ട്രോൺ അല്ലേ. ഇറ്റ് ലൂസിങ് എൻ ഇലക്ട്രോൺ. നിങ്ങൾ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, when an element is losing an electron, okay, just consider ഒരു ഇലക്ട്രോൺ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ഇലക്ട്രോൺ എന്താണ്, നെഗറ്റീവ് വാല്യൂ അല്ലേ. അപ്പം നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു 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 ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നമുക്കൊരു നെഗറ്റീവ് ആയ ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി വരും അല്ലെ. ഒരു വെരി ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരും പോലെ തന്നെ ഒരു എലമെന്റിന്റെ അടുത്തുനിന്നും ഒരു നെഗറ്റീവായ ഇലക്ട്രോൺ പോകുമ്പോഴേക്കും ദാറ്റ് എലമെന്റ് അറ്റൈൻസ് എ പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഞാൻ ഈ എലമെന്റിനെ പറയുന്നതാണ് ഇറ്റ് ബിക്കംസ് എൻ അയോൺ. മനസ്സിലായോ? ഇറ്റ് ബിക്കംസ് എ പോസിറ്റീവ് അയോൺ. ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സെയിം ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്, നമ്മുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ടോക്സിക് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരാൾ വരുമെന്ന് ചോദിച്ചോ, നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഓൾസോ ബിക്കം ഓട്ടോമാറ്റിക്കലി ടോക്സിക് അല്ലേ. നമ്മൾ എത്ര റെസിസ്റ്റ് ചെയ്ത് നോക്കിയാൽ വി വിൽ ബിക്കം ടോക്സിക് ഓബിയസ്ലി അല്ലേ. സോ അവോയ്ഡ് ദാറ്റ്. ഓക്കെ, അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു എലമെന്റില് ഇലക്ട്രോൺ വന്നാൽ വെൻ ഐ ആം അക്സെപ്റ്റിംഗ് ആൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ദെൻ ഐ ബിക്കം എ നെഗറ്റീവ് അയോൺ. മനസ്സിലായോ? ഇത് അയോണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ എൻ ടൈപ്പ് മെറ്റീരിയലിനകത്ത് ഒരു എലമെന്റ് ഉണ്ടായിരുന്നു അല്ലെ. ഈ എലമെന്റ്, ആ എലമെന്റിനകത്ത് ഒരു ഇലക്ട്രോൺ ആണ് ഡിഫ്യൂഷൻ മൂവ്മെന്റ് വഴി പി ടൈപ്പിലോട്ട് പോയത്. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റും, ഇവിടെ ഇരിക്കുന്ന എലമെന്റിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതൊരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ആ പോസിറ്റീവ് അയോൺസിനെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ കുറെ അയോൺസ് ഉണ്ടാവത്തില്ലേ, അതാണ് ഇത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഈ അയോൺസിനെ എനിക്ക് വേണമെങ്കിൽ ഡോണർ അയോൺസ് എന്ന് എനിക്ക് പറയാൻ പറ്റും, കാരണം ദേ ആർ ഡൊണേറ്റിംഗ് ദി ഇലക്ട്രോൺസ്. ഡൊണേറ്റ് ചെയ്ത ശേഷമാണ് അത് അയോൺ ആയിട്ട് മാറിയത് ഇല്ലേ. സെയിം വേ ഇപ്പുറത്ത് എന്ത് സംഭവിക്കും നോക്കിയേ, ഈ സൈഡിലും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പുറത്ത് എന്ത് പറ്റും, ഇവിടെ എല്ലാം എന്താണ്, ഹോൾസ് ആണ് അല്ലെ, മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്,
ഇവിടെ ഇരിക്കുന്ന ഒരു എലമെന്റ് പറയുകയാണെങ്കിൽ ആ എലമെന്റിൽ എന്തില്ല, ഒരു വേക്കൻസി ആണുള്ളത്, അവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ദേ കൻ ആക്ച്വലി അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ അല്ലേ, അല്ല ഇവിടുന്ന് വരുന്ന ഈ ഇലക്ട്രോണിനെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള എലമെന്റ് എന്തായിട്ട് മാറും, അതൊരു നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും. മനസ്സിലായോ? ദേ ബിക്കം എ നെഗറ്റീവ് അയോൺ, അല്ലെങ്കിൽ എന്ത് പറയും, ദേ ആർ അക്സെപ്റ്റിംഗ് അയോൺസ്, അതുകൊണ്ട് ഒരു അക്സെപ്റ്റർ അയോൺ ആയിട്ട് മാറും. വിച്ച് ആർ നെഗറ്റീവ് ഇൻ നേച്ചർ. കണ്ടോ, മനസ്സിലായില്ലേ? കമ്പയർഡ് ടു നമ്മുടെ എലമെന്റ്സ്, നമ്മുടെ ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസിനെയും ഹോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ അയോൺസ് കുറച്ചും കൂടെ സൈസ് വൈസ് ബൾക്കിയാണ്. ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും, ഹോൾസിന് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അയോൺസിന് മൊബിലിറ്റി കുറവാണ്. കാരണം എന്താണ്, ദേ ആർ ഹ്യൂജ് ഇൻ നേച്ചർ ബിക്കോസ് ഓഫ് സൈസ്, അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, അതുകൊണ്ട് വി കോൾ ദം ആസ് ഇമ്മൊബൈൽ ഇൻ നേച്ചർ. മനസ്സിലായോ? ഈ അയോൺസ് എല്ലാം എന്താണ്, ദേ ആർ ഇമ്മൊബൈൽ ഇൻ നേച്ചർ. അപ്പൊ ഇമ്മൊബൈൽ ആയതുകൊണ്ട് എന്ത് പറ്റും, ഈ ഉണ്ടാവുന്ന അയോൺസ് എല്ലാം കൂടെ ഈ ജംഗ്ഷനിൽ കയറി ഒരു വലിയൊരു മതില് പോലെ അങ്ങ് ഫോം ചെയ്യും. മനസ്സിലായോ? മതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്, മതിൽ സ്റ്റിഫാണ് അല്ലെ, മതിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഒത്തിരി ഇലക്ട്രോൺസ് ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂഷൻ വഴി പോകുന്ന കാരണം ഈ ഇമ്മൊബൈൽ അയോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇമ്മൊബൈൽ അയോൺസ് കാരണം എന്ത് പറ്റുന്നുണ്ട്, അവിടെ ഒരു മതില് പോലെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാരിയർ ഫോം ചെയ്യും. ഓക്കെ, ആ ബാരിയറിന് ഞാൻ പറയുന്ന പേരാണ് എന്ത്, ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഒത്തിരി ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഡിപ്ലീഷൻ റീജിയന്റെ വലിപ്പം കൂടി വന്ന് എന്ത് ചെയ്യും, പിന്നെ ഇലക്ട്രോൺ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. മനസ്സിലായോ? അങ്ങനെ പറ്റാണ്ടാവുന്ന ഒരു പോയിന്റിൽ പിന്നെ എന്ത് പറ്റും, അവിടെ കണ്ടക്ഷൻ നടക്കത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ ബൈ നേച്ചർ, ജനറലി നമ്മള് സ്റ്റേബിൾ കണ്ടീഷനിൽ പറയുമ്പോൾ തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. മനസ്സിലായി? നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ആയിരിക്കും അതിരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നും ഈ പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിൽ നമ്മൾ ആനോഡും ആനോഡും കണക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തൊരു ബാറ്ററി കണക്ട് ചെയ്യും. മനസ്സിലായി? ഇങ്ങനെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഡിപ്ലീഷൻ റീജിയന് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം. എന്താണ്, ഡ്രിഫ്റ്റ് ഓപ്പറേഷൻ കൂടെ നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഡിഫ്യൂഷൻ മൂവ്മെന്റ്. അത് എന്തുകൊണ്ടാണ്, നമ്മുടെ എൻ സൈഡിലുള്ള നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യും, പി ടൈപ്പിലുള്ള മെജോറിറ്റി കാരിയർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് ഡിഫ്യൂഷൻ. ഇനി അനദർ തിങ് ഇസ് ദാറ്റ് എൻ ടൈപ്പിലുള്ള മൈനോറിറ്റി കാരിയർ ആരാണ്, ഹോൾസും ആണ്. പി ടൈപ്പിലുള്ള മൈനോറിറ്റി കാരിയർ ആരാണ്, ഇലക്ട്രോൺസ് ആണ്. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു മൂവ്മെന്റ് ഞാൻ എന്ത് പറയും, ദീസ് ആർ ഡ്രിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് നോക്കി, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഫോം ഡ്യൂ ടു സ്പേസ് ചാർജസ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ ഈ ഇമ്മൊബൈൽ റീജിയൻ കാരണം ഇവിടെ പോസിറ്റീവ് അയോൺസ്, ഇവിടെ നെഗറ്റീവ് അയോൺസ് അല്ലേ. അപ്പൊ അത് കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആയില്ലേ. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിപ്പിച്ചല്ലേ, നമ്മുടെ ചാർജ് കാരിയേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരു ഡിസ്റ്റൻസ് വന്നാൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ക്രിയേറ്റ് ആവും. വോൾട്ടേജ് കാരണം എന്ത് ക്രിയേറ്റ് ആവും, ഇലക്ട്രിക് ഫീൽഡും ക്രിയേറ്റ് ആവും. കാരണം വോൾട്ടേജും ഇലക്ട്രിക് ഫീൽഡും റിലേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെ, ഈക്വൽ ടു വി ബൈ ഡി റിലേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഗ്യാപ്പിനാണ് ഞാൻ എന്ത് പറയുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ ബാരിയറിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ആണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്നോ ബാരിയർ വോൾട്ടേജ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് പ്ലസിന്ന് മൈനസ് സൈഡിലോട്ടാണ് ആ പൊട്ടൻഷ്യൽ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് പറ്റും, ഈ പറയുന്ന പി സൈഡിലുള്ള ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യും, എൻ ടൈപ്പിലുള്ള മൈനോറിറ്റി കാരിയർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് ബേസിക്കലി ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഫോമിങ് ഇൻസൈഡ് ദ സ്പേസ് ചാർജ് റീജിയൻ എന്ത് പറ്റും, മൈനോറിറ്റി കാരിയേഴ്സിന് മൂവ്മെന്റ് പറ്റും. ആ മൂവ്മെന്റ് ഞാൻ എന്ത് പറയുന്നത്, ഞാൻ ഡ്രിഫ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഡ്രിഫ്റ്റ് കറണ്ട് കാരണവും ഒരു മൈന്യൂട്ട് കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. മെജോറിറ്റി കാരിയേഴ്സ് കാരണം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മൂവ്മെന്റ് കാരണമാണ് മെജോറിറ്റി ആയിട്ടുള്ള കറണ്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഒരു വെരി സ്മോൾ കറണ്ട് കോൾഡ് ലീക്കേജ് കറണ്ട് നമ്മൾ പറയും. ആ ലീക്കേജ് കറണ്ട് ആര് കാരണം ഉണ്ടാവുന്നത്, ബിക്കോസ് ഓഫ് ദ ഡ്രിഫ്റ്റിംഗ് മൂവ്മെന്റ് ആണ്, ബിക്കോസ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ 3 മൂവ്മെന്റ്സ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് 3 മോഡ്സ് ആണ്. ഓക്കെ, ദ മോഡ്സ് അല്ലെങ്കിൽ വി കോൾ ആസ് ബയാസിംഗ് മോഡ്സ് എന്ന് പറയും. ഓക്കെ, വി കോൾ ദം ആസ് ബയാസിംഗ് മോഡ്സ്. അപ്പൊ നമുക്ക് 3 ബയാസിംഗ് മോഡ്സ് പഠിക്കാനുണ്ട്. അൺബയാസ് മോഡ്, ഈ അൺബയാസ് മോഡ് ഉണ്ട്, നമുക്ക് ഫോർവേഡ് ബയാസ്ഡ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ബയാസ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അൺബയാസ്ഡ് നോക്കാം.
അപ്പൊ ബയാസിംഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ബയാസിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആട്രിബ്യൂട്ട്സ് ടു എന്താണ്, ബാറ്ററിയാണ്. അതായത് നമുക്ക് എക്സ്റ്റേണലി ഇപ്പം ഇവിടെ കണ്ടോ, ഫോർവേഡ് ബയസ് മോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബയാസിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബാറ്ററിയാണ്. ഇങ്ങനെ ഒരു ബാറ്ററി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും ബയസിംഗ് ഉണ്ട്, ഇല്ലെങ്കിൽ അൺബയസ്ഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണലി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ? പക്ഷെ ബാറ്ററി ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന പി എൻ ജംഗ്ഷൻ ടൈപ്പ് ഒരു ഡയോഡ് കണ്ടോ, ഇവിടെ പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്, ഇവിടെ ഹോൾസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ഡിപ്ലീഷൻ റീജിയൻ ഫോം ആയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഈ ഒരു ഡയോഡ് എടുക്കുമ്പോൾ എന്ത് ഫോമിലാണോ ഇരിക്കുന്നത്, അത് അൺബയസ് മോഡ് ആണ്. കാരണം ആ ഡിവൈസ് കാണുന്നതാണ് അൺബയസ് മോഡിൽ ഇരിക്കുന്ന ഒരു ഡിവൈസ് എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. ദർ ഇസ് നോ കണ്ടക്ഷൻ. കാരണം എന്താണ്, ഡിഫ്യൂഷൻ നടന്നാലേ കണ്ടക്ഷൻ നടക്കൂ. ഇവിടെ ഡിഫ്യൂഷൻ നടക്കൂ? ഇല്ല. കാരണം എന്താണ്, എക്സ്റ്റേണൽ ബാറ്ററി ഇല്ല. എന്ന് വെച്ചാൽ ഡിപ്ലീഷൻ റീജിയൻ ഇരിക്കും, അത് കാരണം ഡിഫ്യൂഷൻ നടക്കത്തില്ല. സിമ്പിൾ, കറക്റ്റ്. അപ്പൊ ഇവിടെ കണ്ടക്ഷൻ ഇല്ല, എന്ന് വെച്ചാൽ എന്താണ്, കറണ്ട് ഇല്ല. ഓക്കെ, ഇനി സെയിം വേ ഞാൻ എന്ത് ചെയ്യാണ്, സെയിം വേ ഞാൻ അടുത്തത് രണ്ടാമത്തെ മോഡാണ് നമ്മുടെ ഫോർവേഡ് ബയസ് മോഡ്. അവിടെ ചെയ്യുന്നത് കണ്ടോ, ഞാൻ ഈ എൻ ടൈപ്പ് റീജിയൻ എടുത്തിട്ട് ഞാൻ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യും. ആൻഡ് പി ടൈപ്പ് റീജിയൻ എടുത്തിട്ട് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് കണക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ബാറ്ററി ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കണക്ട് ചെയ്യും. മനസ്സിലായോ? നെഗറ്റീവ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആണെങ്കിൽ ആൻഡ് പോസിറ്റീവ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും, ഫോർവേഡ് ബയസ് ആവെന്ന് പറയും. ഓക്കെ, അപ്പൊ ഫോർവേഡ് ബയസ് ആകുമ്പോൾ എന്ത് പറ്റും എന്ന് പറയുന്നത്, ഈ പറയുന്ന പി എൻ ജംഗ്ഷന്റെ ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ, അവിടെ നമ്മൾ ഇത് പറഞ്ഞില്ലേ, നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ്, ഈ ഡയറക്ഷനിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നില്ലേ, ആ ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഞാൻ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് അതിനെയാണ് ഞാൻ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പുറത്തോട്ട് അപ്ലൈ ചെയ്യുന്ന ഈ ബാറ്ററി ഇല്ലേ, ഈ ബാറ്ററി കാരണം എന്ത് കൊടുക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്ത് പറയും, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. മനസ്സിലായി? ഞാൻ കൊടുക്കുന്നത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ അകത്ത് ഫോം ചെയ്യുന്നത് ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനി സംഭവിക്കുന്നത് ഈ രണ്ട് വെൻ ബോത്ത് ദി ഇലക്ട്രിക് ഫീൽഡ്സ് ആഡ് അപ്പ്, അതായത് ഈ ബിൽറ്റ് ഇനും അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇഫ് ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ ദ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ബിൽറ്റ് ഇനും അപ്ലൈഡും കൂടെ ചെയ്ത് കമ്പൈൻ ആയി കിട്ടുന്ന എന്റെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് പറയുകയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ നമ്മുടെ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് പറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ തിന്നാവും, അത് ലെസ് റെസിസ്റ്റീവ് ആവും. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, ഈ ഡിപ്ലീഷൻ റീജിയൻ കണ്ടില്ലേ, ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ത് പറ്റും, അത് തിന്നാവും, അല്ലെങ്കിൽ വെരി ലെസ് റെസിസ്റ്റീവ് ആവും. അത് കാരണം എന്ത് പറ്റും, അതിന്റെ വിഡ്ത്ത് കുറയും. മനസ്സിലായോ? അതിന്റെ വിഡ്ത്ത് കുറയുന്ന സമയത്ത് എന്ത് പറ്റും, വിഡ്ത്ത് കുറയുന്ന സമയത്ത് ഈ പി റീജിയനിലുള്ള ഹോൾസിന് ഇങ്ങോട്ടും പോകാൻ പറ്റും, എന്നിലുള്ള ഇലക്ട്രോൺസിന് ഇങ്ങോട്ടും വരാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി എന്ത് പറ്റുന്നുണ്ട്, ആ വിഡ്ത്ത് കുറയുന്ന കാരണമാണ് അവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അത് കാരണം എന്ത് പറ്റുന്നുണ്ട്, അത് കാരണം കണ്ടക്ഷൻ കിട്ടും, കറണ്ടും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് എവിടെയാണ്, ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ബയസ് മോഡ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കി, ഇത് നമ്മുടെ ഡയോഡ് ആണ് കേട്ടോ. ഡയോഡ് ഉണ്ട്, ഡയോഡ് ഇസ് കണക്ടഡ് ടു എ റെസിസ്റ്റർ ആൻഡ് ഇസ് കണക്ടഡ് ടു എ ബാറ്ററി. ഇത് എന്തിനാണെന്നറിയാവോ, ഈ ഡയോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ സീരിയൽ ഇവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്നത്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ നെഗറ്റീവ് സൈഡ് നോക്കിയ റെസിസ്റ്റർ വഴി കണക്ടഡ് ടു നെഗറ്റീവ് ഓഫ് ബാറ്ററി, പോസിറ്റീവ് കണക്ടഡ് ടു പോസിറ്റീവ് ബാറ്ററി. ഇത് തന്നെയാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവേ. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും, ഫോർവേഡ് ബയസിങ് റിവേഴ്സ് ബയസിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ടന്റ് എഴുതിയേക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കി, റിവേഴ്സ് ബയസ് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഈ എൻ ടൈപ്പ് റീജിയനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ബാറ്ററിയിലും കണക്ട് ചെയ്തു, പി ടൈപ്പിനെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്ത് എന്തായിട്ട് മാറും, അത് റിവേഴ്സ് ബയസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും ഈ ഡയോഡിനെ കണ്ട് തിരിച്ച് കണക്ട് ചെയ്തു, അതായത് നെഗറ്റീവ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് കണക്റ്റഡ് ടു നെഗറ്റീവ് കണക്ട് ചെയ്ത് എന്തായിട്ട് മാറും, അതൊരു റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യും. അപ്പൊ എന്ത് പറ്റും നോക്കി, ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് കണ്ടോ ഭയങ്കരമായിട്ട് കൂടിയില്ലേ, അത് എന്തുകൊണ്ടാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ എഗെയിൻ ഇവിടെ എന്ത് പറ്റുന്നുണ്ട്, നമുക്കൊരു ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ, അതുപോലെ എന്തുണ്ട്, ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് നമുക്കുണ്ട്, നമുക്ക് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇൻ സിങ്ക് ആയിരിക്കും. മനസ്സിലായി? അതായത് ഈ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗ്രേറ്റർ ദാൻ ബിൽറ്റ് ഇൻ ആയിരിക്കും. ഫോർവേഡിൽ എന്ത് പറ്റി, ആ ബിൽറ്റ് ഇൻ ആയിരുന്നു കൂടുതൽ, പക്ഷെ ഇവിടെ എന്താണ്, റിസൾട്ടന്റ് ആണ് കൂടുതൽ. അപ്പൊ അത് കാരണം എന്ത് പറ്റും,
അത് കാരണം നമ്മുടെ ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ത് പറ്റും? അത് ആ ഡിപ്ലീഷൻ റീജിയൻ മോർ റെസിസ്റ്റീവ് ആവും. അത് റെസിസ്റ്റീവ് ആയോ എന്ത് പറ്റത്തില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസിനെ പാസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആസ് എ റിസൾട്ട് എന്ത് പറ്റും? അതിന്റെ വിഡ്ത്ത് കൂടും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുകയും ചെയ്യും. മനസ്സിലായോ? സോ ദിസ് പ്രിവെന്റ്സ് എനി കറന്റ് ഫ്ലോ. മനസ്സിലായോ? അപ്പൊ റിവേഴ്സ് ബയസ് മോഡിൽ എന്ത് പറ്റത്തില്ല? നമ്മുടെ ഈ കറണ്ട് പാസ് ചെയ്യത്തില്ല, അല്ലെ? ഇറ്റ് ഡസ് നോട്ട് അലോ കണ്ടക്ഷൻ. പക്ഷേ അത് മെജോറിറ്റി കാരിയസിനാണ് പ്രിവെന്റ് ചെയ്യുന്നത്. എഗെയിൻ നമ്മുടെ മൈനോറിറ്റി കാരിയസ് കാരണം ചെറിയൊരു ലീക്കേജ് കറണ്ട് അപ്പോഴും അവിടെ ഉണ്ടാവും. മനസ്സിലായോ? അതിനാണ് ഞാൻ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ലീക്കേജ് കറണ്ട് ഡ്യൂ ടു ആരാണ്? മൈനോറിറ്റി കാരിയസ് ആണ്. ഓക്കെ, സോ ദർ വിൽ ബി എ വെരി സ്മോൾ എന്താണ് ലീക്കേജ് കറണ്ട് വിച്ച് ഇസ് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് അബൌട്ട് റിവേഴ്സ് ബയസ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്ന് പറയാൻ പറ്റും, റിവേഴ്സ് ബയസ് കേസിൽ there is no conduction. There is no conduction. പക്ഷെ എന്താണ്? ലീക്കേജ് കറണ്ടിന്റെ പ്രസൻസ് ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ ബേസിക്കലി കണ്ടക്ഷൻ ഇല്ലെങ്കിൽ കറണ്ട് ഈക്വൽ ടു 0 എന്നാണ് വരേണ്ടത്. പക്ഷെ ലീക്കേജ് കറണ്ട് പ്രസൻസ് കാരണം ഒരു ചെറിയ കറണ്ടിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഫിനോമിനെ, ഈ ലീക്കേജ് കറണ്ട് ഫിനോമിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത പ്രോസസ്സായ സെനർ ആൻഡ് അവലാൻഷ്യ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിയോളൂ, ഇനി ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നില്ല ആദ്യം തൊട്ട് വി ഐ കാരാണ്. അപ്പൊ ഇത് തന്നെ സംഭവം. വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറയുന്നത്. അപ്പൊ വേറെ ഒന്നുമില്ല, സി ഇതൊരു ഗ്രാഫ് ആണ്. ഈ ഗ്രാഫിൽ ഉണ്ടോ ഈ ആക്സ് എന്താണ്? ഇത് വോൾട്ടേജ്, ഇവിടെ എന്താണ്? കറണ്ടും ആണ്. കറണ്ട് കണ്ടോ ഇവിടെ മില്ലി ആംപിയർ ഞാൻ എഴുതിയേക്കുന്നത്, മില്ലി ആംപിയർ. ഓക്കെ, ആൻഡ് ഇത് വോൾട്സ് ആണ്. വോൾട്ടേജ് വോൾട്സും ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഈ 3 റീജിയൻസ് പറഞ്ഞില്ലേ? അതായത് ഫസ്റ്റ് ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അൺബയാസ്ഡ് കേസ് പറഞ്ഞു ഇല്ലേ? ആദ്യം ഞാൻ അൺബയാസ്ഡ് കേസ് പറഞ്ഞു. അൺബയാസ്ഡ് കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് 0 ആവുമ്പോൾ കറണ്ട് 0 ആയി. കറക്റ്റ് അല്ലേ? അപ്പൊ അതായത് ഇവിടെ നോക്കിയ വോൾട്ടേജ് 0 ആവുമ്പോൾ കറണ്ടും 0 ആണ്. അതാണ് ഈ സെന്റർ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? സെക്കൻഡ് കേസ് ഞാൻ പറയുന്നത് ഫോർവേഡ് ബയസ് മോഡ്. അവിടെ എന്ത് സംഭവിച്ചു? ഞാൻ ഒരു ഫോർവേഡ് ബയസ് വോൾട്ടേജ് കൊടുത്തപ്പോൾ എനിക്ക് കറണ്ട് കൂടി കിട്ടി. അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ കണ്ടോ, ഞാൻ ഫോർവേഡ് വോൾട്ടുകളുടെ കണ്ടോ, ഇതാണ് ഫോർവേഡ് വോൾട്ടേജ് VFB എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജ് ഞാൻ പതുക്കെ കൂട്ടി കൂട്ടി പോകുമ്പോൾ കറണ്ടിന് എന്ത് പറ്റുന്നുണ്ട്? കറണ്ടും കൂടുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഗ്രാഫ് ഇവിടെ കിട്ടിയത്. ഓക്കെ, പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമുക്ക് ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ്. സി ഇത് V വേഴ്സസ് I വരച്ചാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടണം, വോൾട്ടേജ് കുറയുമ്പോൾ എന്ത് പറ്റും? ഐ മീൻ ഇതെന്താണ്? പോസിറ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലേ? ഫോർവേഡ് ബയസ് വോൾട്ടേജ് ആവുമ്പോൾ കറണ്ട് കൂടണം. ആൻഡ് നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റണം? കറണ്ട് 0 ആവണം. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഐഡിയൽ ഒരു ഡയോഡിന്റെ കേസ് ആണ്. ഒരു ഐഡിയൽ ഡയോഡിന്റെ ഗ്രാഫ് ആണ് ഇത്. പക്ഷെ പ്രാക്ടിക്കൽ ഡയോഡിന്റെ കേസിൽ ഇരിക്കുന്നുണ്ടോ? നമ്മൾ ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? ആദ്യം നേരെ ഇങ്ങനെ പോകുന്നതിന് പകരം എന്ത് പറ്റുക? അതൊരു എക്സ്പൊണൻഷ്യലി ആണ് ഗ്രോ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് ഇതിനാണ് ഞാൻ നീ വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ് എന്നോ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്? കാരണം ഈ ഒരു ത്രഷോൾഡ് വോൾട്ടേജ് അറ്റൈൻ ചെയ്താലേ ഇലക്ട്രോൺസിന് ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്ത് പറ്റത്തുള്ളൂ? അതിന് ഹയർ ലെവലിലോട്ട് ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതായത് ദാറ്റ് ഇസ്, അല്ലെങ്കിൽ നമുക്ക് ഡയോഡിന്റെ കേസിൽ എങ്ങനെ പറയാം? ത്രഷോൾഡ് വോൾട്ടേജ് ഇസ് ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ബൈ ദ ഡയോഡ് ഫോർ ബയസ് കണ്ടീഷനിൽ. സി ഇവിടെ ദിസ് VFB എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫോർവേഡ് ബൈ വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V നീ വോൾട്ടേജ്. എന്നാൽ മാത്രമേ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞിട്ട് ഡിഫ്യൂഷൻ നടക്കത്തുള്ളൂ. മനസ്സിലായോ? അതെ, ഇതിന്റെ അകത്ത് അതാണ് ഈ പറയുന്ന നീ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ അതാണ് ഈ വോൾട്ടേജ്. അപ്പൊ അത് ജെർമേനിയത്തിന്റെ കേസിൽ 0.3 സിലിക്കന്റെ കേസിൽ 0.7 ഒക്കെ വരും. ഈ വാല്യൂസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഗേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഗേറ്റ് ആയാലും നമ്മുടെ PSUs, സെൻട്രൽ ഗവൺമെന്റ് ഒത്തിരി എക്സാംസ് ഒക്കെ വരും ഇലക്ട്രോണിക്സിന്റെ ഒക്കെ. അപ്പൊ അതിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ MCQs ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ജെർമേനിയത്തിന്റെ എന്താണ് ഈ പറയുന്ന ബാൻഡ് ഗ്യാപ്പ് എത്രയാണ്, അതിന്റെ നീ വോൾട്ടേജ് എത്രയാണ്, അതിന്റെ പവർ ടോളറൻസ് എത്രയാണ്, അത് വെച്ച് ന്യൂമറിക്കൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അതുപോലെ ഇപ്പൊ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എന്താണ് ഫോർവേഡ് ബയസ്. ഇനി റിവേഴ്സ് ബയസ് കേസിൽ എന്ത് പറ്റും? റിവേഴ്സ് ബയസ് കേസിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ്? VRB ആണ് അല്ലെ? നമ്മളിത് ഇവിടെ കൊടുത്തത് എന്താണ്? ഇവിടെ കൊടുക്കുന്നത് VRB ആണ് റിവേഴ്സ് ബയസ് കേസിൽ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂട്ടും തോറും ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും.
അല്ലെ? കാരണം ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടുന്തോറും ഇവിടെ ഉണ്ടാവുന്ന ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടും. അപ്പൊ ഈ വാല്യൂ കൂടുന്തോറും ആസ് ദിസ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗ്രേറ്റർ ദാൻ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ഡിപ്ലീഷൻ റീജിയൻ മോർ ആൻഡ് മോർ വിട്ട് കൂടിക്കൊണ്ടേയിരിക്കും റെസിസ്റ്റീവ് ആയതുകൊണ്ട്, അല്ലെ? അപ്പൊ അത് കാരണം എന്ത് പറ്റും? നമ്മൾ VRB കൂട്ടുന്നതോടും ഡിപ്ലീഷൻ റീജിയൻ വിട്ട് കൂടും. അത് കാരണം എന്ത് പറ്റും? കണ്ടക്ഷൻ കുറയണം. പക്ഷെ നമ്മൾ പറഞ്ഞു എന്താണ്? അവിടെ ലീക്കേജ് കറണ്ട് പ്രസൻസ് ഉണ്ടാവും. അത് കാരണം ഒരു ചെറിയ കണ്ടക്ഷൻ വരും. അപ്പൊ ഈവൻ ദോ ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഡയോഡ് നമ്മളത് ഇങ്ങനെ ഒരു കേസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വോൾട്ടേജ് കൂടിയാലും കറണ്ട് കൂടാൻ പാടില്ല, കറണ്ട് സീറോ ആണെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ നോക്കി നമ്മൾ വോൾട്ടേജ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഞാൻ കൊടുക്കുകയാണെ. റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കണ്ടോ, ആദ്യം കറണ്ട് ചെറിയൊരു, ഇതാണ് ഞാൻ ലീക്കേജ് കറണ്ട് പറയുന്നത് കണ്ടോ. വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ ഈ ഒരു കറണ്ട് ഉണ്ടായില്ലേ, ദിസ് കറണ്ട്, ഇതിനാണ് ഞാൻ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് കണ്ടോ. ദിസ് ഇസ് ലീക്കേജ് കറണ്ട്. എന്നിട്ട് ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എത്തുമ്പോൾ കണ്ടോ, സഡൻലി കറണ്ട് അങ്ങ് കൂടിയ കണ്ടോ, സഡൻലി കറണ്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്തു, അല്ലെങ്കിൽ കറണ്ട് അങ്ങ് എന്താണ് ഒത്തിരി അങ്ങ് കൂടിപ്പോയി. ആ കറണ്ട് എന്താണ് കണ്ടോ, ഇൻ ടേംസ് ഓഫ് മില്ലി ആംപ്സ് വരുന്നതാണ്. അപ്പൊ ഈ ലീക്കേജ് കറണ്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിന് ശേഷം ബ്രേക്ക് ഡൗൺ വോൾട്ടിന് ശേഷം ഇത്രയും കറണ്ട് കൂടി. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് സെനർ ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ. ബ്രേക്ക് ഡൗൺ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം കറണ്ട് സഡൻലി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെ ഞാൻ എന്ത് പറയും? സെനർ ബ്രേക്ക് ഡൗൺ ഞാൻ പറയും. ഓക്കെ അല്ലേ? ഫൈൻ. ഇപ്പൊ ഇവിടെ ഉണ്ടായ ഈ ലീക്കേജ് കറണ്ട് ഡ്യൂ ടു എന്തായിരുന്നു? ഇസ് ഡ്യൂ ടു, ആ ലീക്കേജ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി ഇപ്പൊ ഈ പറയുന്ന കറണ്ട് കണ്ടോ, റാപ്പിഡ്ലി ഇങ്ങനെ കൂടിയതുണ്ടോ? ഇപ്പൊ ഇത്രയും കൂടി പോയാൽ ഈ ഡയോഡിനെ തന്നെ അത് ഡാമേജ് ചെയ്യും. അങ്ങനെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തും വരെയായിരിക്കും നമ്മൾ ഈ ഡയോഡിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ലിമിറ്റ്, ഈ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലിമിറ്റിംഗ് റെസിസ്റ്റർ ഒക്കെ യൂസ് ചെയ്യാം. റെസിസ്റ്ററിന്റെ പർപ്പസ് ഇതാണ് കേട്ടോ. ഒത്തിരി കറണ്ട് പോകുന്നതാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ BA ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് അബൌട്ട് ദ ഡയോഡ് ഇക്വേഷൻ ആണ്. അതായത് ഈ ഡയോഡ് എന്താ ബേസിക്കലി ചെയ്യുന്നത്? അൺബയസിൽ കറണ്ട് പാസ് ചെയ്യത്തില്ല, ഫോർവേഡ് ബയസിൽ കറണ്ട് പെർമിറ്റ് ചെയ്യുന്നു, റിവേഴ്സ് ബയസിൽ ഒന്നും വരത്തില്ല, നമുക്ക് ലീക്കേജ് കറണ്ട് ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ഈ പറയുന്ന കറണ്ട് ത്രൂ ദ ഡയോഡിനെ എനിക്കൊരു ഇക്വേഷൻ ആക്കുമ്പോഴാണ് ഈ പറയുന്ന ഡയോഡ് ഇക്വേഷൻ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് എൻ ഐഡിയൽ ഡയോഡിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഒരു ഐഡിയൽ ഡയോഡിന്റെ കേസിൽ പറയുമ്പോൾ കറണ്ട് ത്രൂ ദ ഡയോഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഐഡിയൽ ഡയോഡ് ലോ. വേർ ഇൻ വിച്ച് ദിസ് ക്യാപിറ്റൽ ഐ ഇല്ലേ, ഈ ദിസ് ഐ, ഈ ഐ എന്ന് പറയുമ്പോൾ ഇസ് ദ നെറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ്. ഈ പറയുന്ന ഡയോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്ന നെറ്റ് കറണ്ട് ആണ് ഐ. ആ ഐ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരുന്നത്? ഈക്വൽ ടു ഐ നോട്ട്. ഐ നോട്ട് എന്ന് പറയുമ്പോൾ ഇസ് എ ഡാർക്ക് സാച്ചുറേഷൻ കറണ്ട്, അതായത് ലീക്കേജ് കറണ്ട് തന്നെ പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ ആബ്സെൻസിൽ ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ട് തന്നെ വേറൊരു പേര് ഡാർക്ക് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഐ നോട്ട്. അല്ലെങ്കിൽ വെറും പേര് നമ്മൾ എങ്ങനെ പറയും? സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. സോ ബേസിക്കലി എന്താണ്? ലീക്കേജ് കറണ്ട് ആണ്. ഓക്കെ, ഇൻടു ഇ റേസ് ടു QV/kT. അതിൽ Q എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് Q. K എന്ന് പറയുന്നത് ഇസ് എ ബോൾസ്മാൻ കോൺസ്റ്റന്റ്, T ഈസ് ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു ന്യൂമറിക്കൽ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് യൂസിങ് ദിസ് ഡയോഡ്, അവർ പറയും ഫൈൻഡ് ദ കറന്റ് പാസിംഗ് ത്രൂ ദ ഡയോഡ്. അപ്പൊ യു വിൽ ബി ഗിവൻ വിത്ത് ദിസ് വാല്യൂ. Q നമുക്കറിയാം, K അറിയാം, T അറിയാൻ പറ്റും. അപ്ലൈഡ് വോൾട്ടേജ് എന്താണെന്ന് അറിയാമെങ്കിൽ, അപ്ലൈഡ് വോൾട്ടേജ് ഫോർവേഡ് ആവും, റിവേഴ്സ് ആവും, അത് അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡയോഡ് കറന്റ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പൊ ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ അല്ലെ? ബ്രേക്ക് ഡൗൺസ് ഇൻ PN ജംഗ്ഷൻ ഡയോഡ് എന്തായാലും ചോദിക്കും. ഓക്കെ, പാർട്ട് എയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. എന്തായിരുന്നു ഈ ബ്രേക്ക് ഡൗൺ? നമ്മൾ ഈ VA കാര പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സംഭവമായിരുന്നു, ഈ റിവേഴ്സ് ബയസ് കേസ് വരുമ്പോൾ, അല്ലെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നെഗറ്റീവ് ആവുമ്പോൾ, അതാണ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആവുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഒരു BR ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആവുമ്പോൾ ഈ ലീക്കേജ് കറണ്ട് സഡൻലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെ? ആ ഒരു ഫിനോമിന ഞാൻ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ട്. നമുക്ക് സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ട്, നമുക്ക് അവലാൻഷെ ബ്രേക്ക് ഡൗൺ ഉണ്ട്. രണ്ട് രീതിയിൽ ബ്രേക്ക് ഡൗൺസ് സംഭവിക്കാം. ഓക്കെ, അത് എന്താണ്? നമുക്ക് രണ്ടെണ്ണം പഠിക്കണം. ആദ്യം നോക്കേ, നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ് സെനർ ബ്രേക്ക് ഡൗൺ, രണ്ടാമത്തെയാണ് അവലാൻഷെ. ഓക്കെ, ഈ ഒരു സെനർ ഡയോഡ്, ഈ സെനർ ബ്രേക്ക് ഡൗൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയോഡിന് ഞാൻ പറയുന്ന പേരാണ് സെനർ ഡയോഡ്. മനസ്സിലായോ?
എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കുകയാണ്, ഈ പറയുന്ന വി എ കാര നോക്കിയാൽ ഈ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനാണ് എന്ത് പറയുന്നത്, സെനർ ഡയോഡ്. മനസ്സിലായോ? അപ്പൊ ആ സെനർ ഡയോഡ് നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയസിൽ സാധാ ഡയോഡ് പോലെ വർക്ക് ചെയ്യും, പക്ഷെ റിവേഴ്സ് ബയസ് വരുമ്പോൾ അതൊരു സെനർ ഡയോഡ് ആക്ട് ചെയ്യും. അതായത് ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസിലും കണ്ടക്ടിങ് ചെയ്യുന്ന ഡിവൈസ് ആണ് സെനർ ഡയോഡ്. സാധാരണ ഡയോഡ് ആണെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും, ഇങ്ങോട്ട് പോകത്തില്ല. അതായത് റിവേഴ്സ് ബയസ് കേസിൽ കണ്ടക്ട് ചെയ്യത്തില്ല, ഫോർവേഡ് ബയസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ. പക്ഷെ സെനർ ആണെങ്കിലോ ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസിലും കണ്ടക്ട് ചെയ്യും. ആ സെനർ ഡയോഡിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ഇസഡ് ഫോർമേഷനിൽ ഇവിടെ വരയ്ക്കണം. സാധാരണ ഡയോഡ് നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നേ. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു 2 കർവും കൂടെ വരും, അത്രേ ഉള്ളൂ സെനർ ഡയോഡ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സെനർ ബ്രേക്ക് ഡൗണിനെ പറ്റി പഠിക്കാം. അപ്പൊ ഈ സെനർ ബ്രേക്ക് ഡൗൺ, അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി കണ്ടന്റ് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫിഗർ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. റിവേഴ്സ് ബയസില് അപ്പൊ ഇത് നമ്മുടെ നെഗറ്റീവ് വോൾട്ടേജ് ആണല്ലോ. ഒരു ചെറിയ നെഗറ്റീവ് വോൾട്ടേജ് എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് സെനർ ബ്രേക്ക് ഡൗൺ. ആൻഡ് അത്യാവശ്യം ഒരു വലിയ വാല്യൂ ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാകുന്നതാണ് എന്ത് പറ്റുന്നത്, അവലാൻഷ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ 2 വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു വോൾട്ടേജ്, ഇവിടെ ഒരു വോൾട്ടേജ്, ഇതാണ് നമ്മുടെ സെനർ വോൾട്ടേജ് എന്ന് പറയും. ഇതെനിക്ക് അവലാൻഷ് വോൾട്ടേജ് എന്ന് പറയാം. അപ്പൊ അവലാൻഷ് വോൾട്ടേജ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഇസ് മച്ച് മോർ നെഗറ്റീവ് ദാൻ എന്താണ് ഈ പറയുന്ന സെനർ വോൾട്ടേജിന്റെ വാല്യൂ. Okay, and also another critical difference is that avalanche breakdown occurs in semiconductors which are very low doped. Okay, അതുപോലെ സെനർ ബ്രേക്ക്ഡൗൺ ഉണ്ടാകുന്ന എപ്പോഴാണ്, ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിലാണ് ഉണ്ടാകുന്നത്. ഡോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പ്യൂരിറ്റി അഡീഷൻ. ഇമ്പ്യൂരിറ്റി ഒത്തിരി കൂടുതലായിട്ടുള്ള ഹെവിലി ഡോപ്പ് ആയിട്ടുള്ള സെമി കണ്ടക്ടറിലാണ് സെനർ ബ്രേക്ക് ഡൗണും, ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടറിൽ ആരും ഉണ്ടാവും, അവലാൻഷ് ബ്രേക്ക് ഡൗണും ഉണ്ടാവും. ഇനി ഈ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. വൈൽ അവലാൻഷ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നത് ബിക്കോസ് ഓഫ് ആരായിരിക്കും, ബിക്കോസ് ഓഫ് ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. അതാണ് നമ്മൾ ഈ തിയറിയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ആ പ്രോസസ് മാത്രം എന്താ നിങ്ങൾ അറിഞ്ഞാൽ മതി. സെനർ ബ്രേക്ക് ഡൗൺ ഫസ്റ്റ് പോയിന്റ് എന്താണ് ഉണ്ടാവുന്നത്, ഒരു ചെറിയ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഉണ്ടാവുമ്പോഴാണ് കമ്പയർഡ് ടു അവലാൻഷ് ബ്രേക്ക് ഡൗൺ. ആൻഡ് ഇറ്റ് ഇസ് ഒബ്സർവ്ഡ് ഇൻ ഹെവിലി ഡോപ്ഡ് ഡയോഡ്സിലാണ് വിത്ത് നാരോ ഡിപ്ലീഷൻ റീജിയൻ. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാരോ റിപ്ലീഷൻ റീജിയനും ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ നാരോ ആലോചിച്ച് നോക്കി, ഇത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ആണെന്ന് വിചാരിച്ചോ. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഓക്കെ, ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് ആണ് ഡി എന്ന് വിചാരിക്കുക. ഓക്കെ, ഡി എന്ന് വേണം, ഡബ്ല്യു എന്ന് വിചാരിക്കുക, വിട്ട്. ഓക്കെ, അപ്പൊ ഈ വിട്ട് ഭയങ്കര കുറയുന്ന സമയത്ത് ഇത് ബേസിക്കലി എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും, അല്ലെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പോലെ വേണമെങ്കിൽ ആക്ട് ചെയ്യാം. കാരണം ആ ഡിപ്ലീഷൻ റീജിയനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇങ്ങനെ വരും, ഇവിടെ മൊത്തം പോസിറ്റീവ് അയോൺസ്, ഇവിടെ നെഗറ്റീവ് അയോൺസ് അല്ലേ. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കപ്പാസിറ്ററിന്റെ 2 പാനൽ പോലെ ആക്ട് ചെയ്യത്തില്ലേ ഇങ്ങനെ, അല്ലെ 2 പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അകത്ത് ആ കപ്പാസിറ്ററിന്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ കപ്പാസിറ്റർ ഇൻഡക്ടറിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിയോളൂ. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ ഈ നാരോ ഡിപ്ലീഷൻ റീജിയൻ ആവുമ്പോഴേക്കും എന്ത് പറ്റുമെന്ന് അറിയാവോ, നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കേസിൽ ഞാനൊരു റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുക്കുക. കാരണം റിവേഴ്സ് ബയസ് അല്ലേ, റിവേഴ്സ് ബയസ് കണ്ടീഷനാണ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് തന്നെ. അപ്പൊ ഞാനൊരു റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, അത് സ്ട്രോങ്ങർ ആവും. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന ഡിപ്ലീഷൻ റീജിയനെ കണക്ട് ചെയ്ത് ഒരു ബാറ്ററിയിലോട്ട് ഇങ്ങനെ കൊടുത്താൽ എന്ത് പറ്റും, കൊടുക്കുന്ന സമയത്ത് ഞാൻ റിവേഴ്സ് ബയസ് വോൾട്ടേജും കൊടുത്തു. അപ്പൊ ഈ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ. അപ്പൊ എന്ത് പറ്റും എന്ന് പറയുമ്പോൾ it has the ability, intense electric field will be strong enough to pull electrons from the valence band directly to the conduction band. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, just consider this. നമുക്ക് എൻ ടൈപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഇത് നമ്മുടെ എൻ ടൈപ്പ് ആണ്, ഇത് പി ടൈപ്പ് ആണ്, ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പി ടൈപ്പ് റീജിയന്റെ അകത്ത് എന്തുണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലേ. അതുപോലെ ഇവിടെയും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്, വാലൻസ് ബാൻഡും ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, എൻ ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ അക്സെപ്റ്റർ ഡോണർ ലെവലും കാണും, ഇവിടെ അക്സെപ്റ്റർ ലെവലും കാണും പി ടൈപ്പില്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇവിടെ ഈ പി ടൈപ്പിലുള്ള ഒരു ഇലക്ട്രോൺ വിച്ച് ഇസ് എ മൈനോറിറ്റി കാരിയർ, അത് ഇവിടത്തെ വാലൻസ് ബാൻഡിൽ നിന്ന് ഇങ്ങനെ ടണൽ ചെയ്ത് എന്ത് ചെയ്ത് എൻ ടൈപ്പിലുള്ള കണ്ടക്ഷൻ ബാൻഡിൽ. മനസ്സിലായോ? ഇതാണ് ടണലിങ്. ഇതിനാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം പി ടൈപ്പിലുള്ള ബാലൻസ് ബാൻഡിൽ ടണൽ ചെയ്ത് എന്ത് വരുന്നുണ്ട്, എൻ ടൈപ്പിലുള്ള കണ്ടക്ഷൻ ബാൻഡിലോട്ട് അത് ടണൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ ടണലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്,
ബേസിക്കലി മൂവ്മെന്റ് അല്ലേ, മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയർ ആണ്. അത് കാരണം എന്ത് പറ്റും, കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ സെന ബ്രേക്ക് ഡൗണിൽ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഡിഫ്യൂഷൻ ഓപ്പറേഷൻ കാരണമല്ല, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സിന്റെ പ്രസൻസ് കാരണം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആവണം, അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് ചെറുതാവണം, എന്നാലേ ആ ഇലക്ട്രോൺ ടണലിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഐ മീൻ നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂട്ടുമ്പോൾ എന്ത് പറ്റും, അത് കാരണം നമ്മുടെ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ആ പറയുന്ന എന്താണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമ്മുടെ പി ടൈപ്പിന്റെ ഉള്ള അകത്തുള്ള ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് ടണൽ ചെയ്ത് എൻ ടൈപ്പിലുള്ള കണ്ടക്ഷൻ മേലോട്ട് പോകുന്നുണ്ട്. ഹെൻസ് വി ഗോട്ട് ദി കണ്ടക്ഷൻ. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഹൗ വി ഗെറ്റ് കണ്ടക്ഷൻ ഇൻ ദിസ് കേസ്. ഓക്കെ, ഇനി തിരിച്ച് അടുത്ത കേസ് എന്താണ്, അവലാൻഷ് ബ്രേക്ക് ഡൗൺ. അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എപ്പോഴായിരിക്കും? നമുക്ക് ഒരു ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിന്റെ കേസിലാണ് ഉണ്ടാകുന്നത് അല്ലെ. ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, പക്ഷേ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് ബയസ് വോൾട്ടേജോ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ അല്ലെ. ഇറ്റ് ഹാസ് ടു ഹാവ് എ ഹൈ വാല്യൂ. ഓക്കെ, ഹൈ വാല്യൂ ഇവിടെ ഉണ്ടാവും. ഇറ്റ് ഹാസ് ടു ഹാവ് എ ഹൈ വാല്യൂ ഓഫ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആവണം, അപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ സംഭവം ഇപ്പൊ സെന ഡയോഡിൽ ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ആ കണ്ടക്ഷൻ നടക്കുന്നതെങ്കിൽ അവലാൻഷിൽ നടക്കുന്നത് ബിക്കോസ് ഓഫ് എന്താണ്, ഇമ്പാക്ട് അയനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഉള്ളത്, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഹൈ റിവേഴ്സ് ബയസ് വോൾട്ടേജും കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഹൈ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറയുമ്പോൾ, ആ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കാരണം എന്ത് പറ്റും, ഡിപ്ലീഷൻ റീജിയന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ആ നമ്മുടെ എൻ ടൈപ്പ് പി ടൈപ്പ് മെറ്റീരിയലിനകത്ത് എന്തുണ്ടാവും, നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകത്തില്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് അത് ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, ജസ്റ്റ് ഇമാജിൻ ഇതൊരു ഇലക്ട്രോൺ ആണ്, അതിങ്ങനെ സ്പീഡിൽ പോയിട്ട് അത് വേറൊരു ആറ്റമിനെ വന്ന് ഇടിക്കുകയാണ്. ഇതിന് ഞാനൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും അല്ലെ. അതിലൊന്ന് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്തുനിന്ന് മേ ബി ഒരു ഇലക്ട്രോൺ ഒരു ഹോളും റിലീസ് ആവും. എന്നിട്ട് ഈ ഇലക്ട്രോൺ പിന്നെ എന്ത് ചെയ്യും, പോയി വേറൊരു എലമെന്റിനെ ഇടിക്കും, അവിടെ നിന്ന് ഇലക്ട്രോണും ഹോളും റിലീസ് ആവും. അങ്ങനെ ഈ പ്രോസസ്സിനെയാണ് ഞാൻ ഇമ്പാക്ട് അയനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഇലക്ട്രോൺ പോയി വേറൊരു എലമെന്റിനെ, ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഒരു എലമെന്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിലീസസ് എന്താണ്, ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനെ റിലീസ് ചെയ്യും. ഈ എനർജി, ഈ ഇലക്ട്രോണിന് എന്താണ് എനർജി, ആ എനർജി തന്നെ ഈ ഇലക്ട്രോണിനും കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൊബിലിറ്റി കിട്ടി അത് മൂവ് ചെയ്യും. അത് കാരണം എന്ത് പറ്റും, കണ്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദിസ് പ്രോസസ് കോൾഡ് ആസ്, ഈ ഒരു എലമെന്റ് ഇടിക്കുന്ന പ്രോസസ് ആണ് ഇമ്പാക്ട് അയനൈസേഷൻ. ആൻഡ് ഈ ബാക്ക് ടു ബാക്ക് നടക്കുന്നതിന് ഞാനൊരു ചെയിൻ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. ഇത് കാരണം ലാർജ് അമൗണ്ട്സ് ഓഫ് കറന്റ് വിൽ ബി റിലീസ് ഈവൻ വിത്ത് ദ സ്ലൈറ്റസ്റ്റ് ഇൻക്രീസ് ഇൻ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ദിസ് ഇസ് അവലാൻഷ് ബ്രേക്ക് ഡൗൺ. അവലാൻഷ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ പറയുന്ന സെമി കണ്ടക്ടറിന്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കുന്ന എപ്പോഴാണ്, നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, എന്താണ് നമുക്ക് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ എന്ത് പറ്റും, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്ത് ഇമ്പാക്ട് അയനൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് കാരണം വേറെ ഇലക്ട്രോൺസ് റിലീസ് ആവുന്നുണ്ട്. അത് കാരണം ഒരു ചെയിൻ റിയാക്ഷൻ കാണാം, ഫൈനലി എന്ത് പറ്റും, ഒത്തിരി കണ്ടക്ഷൻ ഉണ്ടാവും. അതാണ് അവലാൻഷ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, അപ്പൊ അവലാൻഷ് ബ്രേക്ക് ഡൗൺ occurs due to impact ionization and Zener break down occurs due to എന്താണ്, occurs due to presence of electric field and quantum mechanical tunneling. ഓക്കെ അല്ലേ, ഫൈൻ. അപ്പൊ ദാറ്റ് ഇസ് അബൌട്ട് ഓൾ എന്താണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, now moving on to the next section which is the bipolar junction transistor. അപ്പോ നമ്മള് ഡയോഡ് എന്താന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഡയോഡിന്റെ പ്രത്യേകത എന്തായിരുന്നു, ഫോർവേഡ് ബയസിൽ ഇരിക്കുന്ന ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും, പക്ഷെ റിവേഴ്സ് ബയസിൽ ഇരിക്കുന്ന ഒരു ഡയോഡോ കണ്ടക്ട് ചെയ്യത്തില്ല, അൺലെസ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ സെന ഡയോഡ് എടുക്കുകയാണെങ്കിൽ. പക്ഷെ ഒരു നോർമൽ ഡയോഡ് എടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത, നമ്മള് ഫോർവേഡ് ബയസിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ സയന്റിസ്റ്റുമാർ എന്താ ആലോചിച്ചു, അവർക്ക് ഒരു ഡിവൈസ് വേണം, ആ ഡിവൈസ് ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസ് കേസിലും കണ്ടക്ട് ചെയ്യണം, എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആലോചിച്ചു. അങ്ങനെയാണ് അവർ ഈ BJT എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വന്നേ, അല്ലെങ്കിൽ ബേസിക്കലി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലോജിക്കിലോട്ട് വന്നേ. ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലോജിക്കിലോട്ട് വന്നേ. ട്രാൻസിസ്റ്ററിൽ നിന്ന് അവർ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് മോസ്ഫെറ്റ് അതായത് FET കാറ്റഗറിയിലുള്ളതുണ്ട്, നമുക്ക് തൈറിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ആക്ച്വലി മുൻകാലങ്ങളിലൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ മുന്നേ അവർ വാക്യൂം ട്യൂബ് എന്നൊക്കെ പറയുന്നത്, അതിന് റൂമിന്റെ വലുപ്പമൊക്കെ ഉണ്ടാവും. അത്രയും വലിയ ട്യൂബ്സ് കണക്ട് ചെയ്തൊക്കെയാണ് അവർ എടുക്കുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഹ്യൂജ് ആയിരുന്ന ഡിവൈസ് ഇപ്പൊ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ വിരൽ തുമ്പിലല്ലേ, അത്രയും ഒരു കുഞ്ഞൊരു ഡിവൈസ് ആയി മാറിയിരിക്കുകയാണ്, നാനോ വേർഷൻ.
ഓക്കെ, അപ്പോ അതിൽ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഈ മോഡ്യൂളിൽ നമ്മൾ BJT പറ്റി മോസ്ഫെറ്റിനെ പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, വൺ മോർ ടൈപ്പ് നമുക്ക് JFET എന്നൊരു ടൈപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് ടൈപ്പ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോ BJT എന്താണ്? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു BJT കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നോക്കിയേ, ഇതൊരു PN ജംഗ്ഷൻ ഡയർ ആണ് അല്ലയോ? ഓക്കെ, ഇതും ഒരു PN ജംഗ്ഷൻ ഡയർ ആണ്. അപ്പൊ രണ്ട് PN ജംഗ്ഷൻ ഡയറിനെ ഞാൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത് എനിക്ക് ആരെ കിട്ടും? ഒരു BJT കിട്ടും. നിങ്ങൾ ലാബിലൊക്കെ കാണുന്നത് ഇതാണ് ഒരു BJT എന്ന് പറയുന്നത്. ഇത്രയും കുഞ്ഞൊരു സാധനമല്ലേ, 3 ടെർമിനൽസ് ഉണ്ടാവും, കണ്ട ഇങ്ങനെ 3 ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു BJT എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് ടു ബാക്ക് രണ്ട് PN ജംഗ്ഷൻ ഡയോഡിനെ കണക്ട് ചെയ്താൽ അതൊരു എന്തായിട്ട് മാറും? BJT ആയിട്ട് മാറും. ആ BJTയുടെ സർക്യൂട്ട് വൈസ് റെപ്രസെന്റേഷൻ നോക്കിയേ. നമ്മളിപ്പോ BJT പറയുകയാണെങ്കിൽ അതിന് 3 പാർട്സ് ഉണ്ടാവേ. നോക്കി, 3 ടെർമിനൽസ് പറയും. അപ്പൊ നോക്കി, ഇപ്പൊ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടായിരുന്നില്ലേ, ഈ PN ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ ഈ N സൈഡ് ഞാൻ എമിറ്റർ എന്ന് പറയുന്നുണ്ട്, ഈ P സൈഡിനെ ബേസ് എന്നും ഈ N സൈഡിനെ കളക്ടർ ഞാൻ പറയാണ്. ഈ എമിറ്റർ കണക്ട് ചെയ്ത് ഒരു ടെർമിനൽ വരും, കളക്ടർ കണക്ട് ചെയ്ത ഒരു ടെർമിനൽ, ബേസ് കണക്ട് ചെയ്ത ഒരു ടെർമിനൽ, അങ്ങനെ 3 ടെർമിനൽസ് ആണ് BJTക്ക് ഉള്ളത്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താൽ കണ്ടോ, നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് BJT ആയിട്ട് അപ്പൊ പറയാൻ പറ്റും. NPN ഉം PNP. ഒന്നുമില്ല, ഞാൻ ഈ വരച്ചേക്കുന്ന എന്താണ്? ഈ വരച്ചേക്കുന്ന ഇസ് എ ടൈപ്പ് ഓഫ് NPN ആണ് അല്ലെ? PNP എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? തിരിച്ചു, P വരും, N വരും, P വരും. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? PNP വരുന്നത്. അപ്പൊ രണ്ടും എന്താണ്? BJT തന്നെയാണ്. നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ പറയുന്ന NPN, ഈ പറയുന്ന BJTയുടെ സിമ്പിൾ കണ്ടോ? ഇത് ബേസ്, കളക്ടർ, എമിറ്റർ. NPN ആണെങ്കിൽ ഒരു ആരോ മാർക്ക് പുറത്തോട്ട് പോകും, PNP ആണെങ്കിൽ ആരോ മാർക്ക് അകത്തോട്ട് വരും. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് NPN ഉം PNP തമ്മിൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഇതിന്റെ ബയാസിങ്സ് ഉണ്ട്. നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ് അല്ലേ? അപ്പൊ ഈ PN ജംഗ്ഷൻ ഡയോഡ് ഇൻഡിപെൻഡന്റ് നോക്കുകയാണെങ്കിൽ അത് ഫോർവേഡ് ബയസ് ആവും, റിവേഴ്സ് ബയസ് ആവും. അതുപോലെ ഈ PN ജംഗ്ഷൻ ഡയോഡ് നോക്കുകയാണെങ്കിലും അതും ഫോർവേഡും റിവേഴ്സും ആവാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഇതിന്റെ ബയാസിങ് കണ്ടീഷൻസ് ഈ എൻറ്റയർ BJTക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഓപ്പറേഷൻ മോഡ് പറയാൻ പറ്റും. മനസ്സിലായോ? അതായത് ഈ ഫസ്റ്റ് PN ജംഗ്ഷൻ ഡയോഡ് എന്ത് ബയാസിങ് ആണ്? ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, രണ്ടാമത്തെ PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ്, രണ്ടും ഫോർവേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ BJT ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ സാച്ചുറേറ്റിംഗ് മോഡ് എന്ന് ഞാൻ പറയും. മനസ്സിലായോ? ഇനി ഒന്ന് ഫോർവേഡ് ഒന്ന് റിവേഴ്സ് ആണെങ്കിൽ ഞാൻ എന്ത് പറയും? ചിലപ്പോ ഞാൻ അതിനെ ആക്റ്റീവ് മോഡ് എന്ന് പറയും, അല്ലെങ്കിൽ രണ്ട് റിവേഴ്സ് ആണെങ്കിൽ ഞാൻ കട്ട് ഓഫ് മോഡ് എന്ന് പറയും. അങ്ങനെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആർക്കുണ്ട്? BJTക്ക് ഉണ്ട്. അപ്പൊ അത് തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് PN ജംഗ്ഷൻ അല്ലേ, ആ PN ജംഗ്ഷനെ ഞാൻ ഇനി പറയാൻ പോകുന്ന പേരാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഈ രണ്ടാമത്തെ PN ജംഗ്ഷൻ ഡയോഡിന്റെ ജംഗ്ഷനാണ് ഞാൻ ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം BJT ടേംസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അപ്പൊ ഈ ടെർമിനൽസ് വെച്ച് പറയണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എമിറ്റർ ബേസ് ജംഗ്ഷനിൽ എന്ത് ചെയ്യണം? ഇത് ബേസിക്കലി PN ജംഗ്ഷൻ ഡയോഡ് അല്ലേ, അപ്പൊ അതിനെ ഫോർവേഡ് റിവേഴ്സ് ബയസ് ആക്കാൻ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഞാനിത് ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യും. മനസ്സിലായോ? അതുപോലെ ഇത് ഈ രണ്ടാമത്തെ ജംഗ്ഷനും എന്താണ്? ഡയോഡാണ്. അപ്പൊ അതിനും ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്തല്ലോ. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് വിചാരിക്കാം. അപ്പൊ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു വോൾട്ടേജ് ഇവിടെ ഒരു വോൾട്ടേജ് ഞാൻ കൊടുത്തു അല്ലെ? അപ്പൊ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് സപ്പോസ് ഞാൻ എന്നെ പറയുന്ന പേരാണ് VEB. കാരണം എമിറ്റർ ടു ബേസ് വോൾട്ടേജും ഇവിടെ കളക്ടർ ടു ബേസ് വോൾട്ടേജ് ആണെന്ന് വിചാരിച്ചു നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദിസ്. ഓക്കെ, ബേസിക്കലി ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ പറയുന്ന എമിറ്റർ ടു ബേസ് വോൾട്ടേജ്, അതാണ് ഞാൻ ഈ ഇവിടെ ഈ JB എന്ന് പറഞ്ഞ സെയിം തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. VB-നെ അവര് JEB എന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആ JEB ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസുമാണ്, കണ്ടോ? അതുപോലെ ഈ BC എന്ന് പറയുന്ന ഈ വോൾട്ടേജ് കണ്ടോ, JBC ഫോർവേഡ് ബയസുമാണ്. ഈ ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ BJT is working in saturated mode. ഇനി ഫസ്റ്റ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും സെക്കൻഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയ നമ്മൾ എന്ത് പറയും? ഇൻവേഴ്സ് ആക്റ്റീവ് മോഡ്. അതുപോലെ രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയാൽ കട്ട് ഓഫ് മോഡ് എന്നും, ഫസ്റ്റ് ജംഗ്ഷൻ ഫോർവേഡ് സെക്കൻഡ് ജംഗ്ഷൻ റിവേഴ്സ് ആയാൽ ഫോർവേഡ് ആക്റ്റീവ് മോഡ് എന്ന് ഞാൻ പറയും. മനസ്സിലായോ? ഓക്കെ, കണ്ട ഇത് രണ്ടും ആക്ച്വലി ഓപ്പോസിറ്റ് ആണ്. റിവേഴ്സ് ഫോർവേഡ്, ഫോർവേഡ് റിവേഴ്സ്. അങ്ങനെ നമുക്ക് 4 ഓപ്പറേഷണൽ മോഡ്സ് ആണ് ഇവിടെ ഉള്ളത്. വി ഹാവ് 4 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ബയാസിങ് ഇൻ എവിടെയാണ്? BJT.
നമ്മുടെ ഡയോഡ് നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് തീർന്നു അല്ലേ, 2 മോഡേ ഉള്ളൂ. പക്ഷെ ഇവിടെ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഈ 4 മോഡ് വെച്ചിട്ടാണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ നമുക്ക് സ്വിച്ച് ആയിട്ടോ ഒരു ആംപ്ലിഫയർ ആയിട്ടോ ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ഇനി അടുത്ത ഒരു ടോപ്പിക്, അടുത്ത നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ BJT എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് കഥ പറയണം? ആദ്യമേ ഈ ഒരു ഫിഗർ വരയ്ക്കണം. വരച്ചിട്ട് എങ്ങനെയാണ് 2 പി ജംഗ്ഷൻ ഡയോഡ് കാരണം ഞാൻ കമ്പൈൻ ചെയ്യുന്നത്, ഈ സർക്യൂട്ട്സ് വരയ്ക്കുക, ഈ ബയസിംഗ് മോഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഓരോ ടെർമിനൽസിനെ പറ്റിയും പറയുക. മനസ്സിലായോ? അപ്പൊ അതാണ് കൺസ്ട്രക്ഷൻ ഓഫ് BJT എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയണം. ഇത് പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ ഫിഗർ ഒക്കെ വരയ്ക്കുമ്പോൾ തെറ്റിക്കാണ്ട് വരയ്ക്കണം, ടെർമിനൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇനി ഇവിടുത്തെ പോയിന്റ്സ് എന്തൊക്കെയാ നോക്കിയേ. BJT എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, ആൻഡ് വി ഹാവ് 2 ടൈപ്സ്, PNP NPN ഉണ്ട്. എന്നിട്ട് മെയിൻലി ഒരു ട്രാൻസിസ്റ്ററിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ അതൊരു സ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ ആയിട്ടോ ആക്ട് ചെയ്യും. കണ്ടോ, സ്വിച്ചോ ആംപ്ലിഫയർ ആണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. അതേപോലെ എന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ആസ് എന്താണ്, ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ്സ് ആയിട്ട് എങ്ങനെയാ വരുന്നത്? നമുക്ക് മൊബൈൽ ഫോണിലെ ടെലിവിഷൻസ്, റേഡിയോ ട്രാൻസ്മിറ്റർ, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും. നമ്മുടെ ഫോണിലെ ട്രാൻസിസ്റ്റർ ഒക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്, ബോർഡിലൊക്കെ. ഓക്കെ, പിന്നെ ബാക്കി പറയുന്ന പോയിന്റ്സ് എന്താണ്? നമുക്ക് 3 ടെർമിനൽസ് ഇല്ലേ, നമുക്ക് എമിറ്റർ ഉണ്ട്, ബേസ്, കളക്ടർ ഇല്ലേ. അതിൽ എമിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എൻഡ്, ഇതാണ് നമ്മുടെ എമിറ്റർ. എമിറ്ററും കളക്ടറും നമ്മൾ ഒരേ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ NPN പറയുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്, PNP പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അതേപോലെ ഇപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്താണ്, സൈസിൽ വ്യത്യാസം വരും. എമിറ്റർ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം എന്താണ്, അത്യാവശ്യം വിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. പക്ഷെ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് എ നാരോ സോൺ ആണ്. അതായത് അതിന്റെ വിട്ട് ചെറുതായിരിക്കും. ഈ ഫിഗറിൽ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ആക്ച്വലി ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്. നമ്മൾ N ഇവിടെ വരും, P ഇങ്ങനെ വരും, ആൻഡ് അടുത്ത കളക്ടർ സൈഡിലുള്ള N ഇങ്ങനെ വരും, ഇങ്ങനെ വരുന്നത് കണ്ടോ. അപ്പൊ എമിറ്റർ ഒക്കെ അത്യാവശ്യം സ്ഥലം നമുക്ക് വിട്ട് കാണും, പക്ഷെ ബേസ് വിൽ ബി വെരി തിൻ, കളക്ടർ വിൽ ബി വെരി ലാർജ്. കാരണം എമിറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് എമിറ്റ് സിഗ്നൽ. കളക്ടർ എന്ത് ചെയ്യും? കളക്ട്സ് ദ സിഗ്നൽ അല്ല ഇലക്ട്രോൺസ്. എമിറ്റർ റിലീസസ് ഇലക്ട്രോൺ, കളക്ടർ കളക്ട്സ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് കളക്ടറിന്റെ വലിപ്പം കൂടുതൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ അതൊരു ബൈപാസിംഗ് സ്റ്റേജ് ആണ്. അതുവഴിയാണ് ഇവിടെ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ വീതി കുറച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിട്ടിൽ ഒരു വ്യത്യാസം ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെന്താണ്, കളക്ടറും എമിറ്ററും ഒരേ മെറ്റീരിയൽ വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയാണ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. നമുക്ക് ടൈപ്സ് ഓഫ് BJT ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? നമുക്ക് PNP ഉണ്ടായിരുന്നു, NPN ഉണ്ടായിരുന്നു ഇല്ലേ, 2 ടൈപ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും ആ ഒരു ഫിസിക്കൽ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ടോ, ഈ PNP ഡയോഡിനെ തന്നെ ഇത് കൺസിസ്റ്റ് ഓഫ് 2 ഡയോഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഡയോഡ് വെച്ചിട്ടുള്ള ഒരു അനലോഗി പിക്ചർ അവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് PN ജംഗ്ഷൻ ഡയോഡ് ഇത്, സെക്കൻഡ് വൺ ഇത്, ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ആ 2 N സൈഡും കൂടെ കണക്ട് ചെയ്ത് വരുന്നതാണ്. ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ്, ഇതിന്റെ P, ഇത് N, ഇതും N, ഇത് P അല്ലേ. അപ്പൊ ഈ P ബിക്കംസ് കളക്ടർ, ഈ P ബിക്കംസ് എമിറ്റർ, ആൻഡ് ഈ 2 എന്നും കൂടെ ചേർന്നിട്ടാണ് ആരാവുന്നത്? ബേസ് ആവുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവിടെ 2 ഡയോഡും ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തു, പക്ഷെ 2 Pയും കൂടെ ചേർന്നിട്ട് ബേസ് ആവുമ്പോൾ NPN ആയിട്ട് മാറും. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മുടെ ഫിഗർ ആയിട്ട് നമ്മുടെ BJTയുടെ സിമ്പിൾ വെച്ച് വരച്ചാൽ അത് ഇങ്ങനെ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, നമ്മുടെ എമിറ്ററിന്റെയും ബേസിന്റെയും ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് VEB, അതുപോലെ കളക്ടറിന്റെയും ബേസിന്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് VCB. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എത്ര കോൺഫിഗറേഷൻസ് ഓഫ് BJT ഉള്ള, ഇത് അനദർ ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കോൺഫിഗറേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കറന്റ് ഗെയിൻസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇല്ലെങ്കിൽ ഡിറൈവ് ദ കറന്റ് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറന്റ് എന്ന് പറഞ്ഞും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പഠിച്ചു പോയാൽ മതി. ഫൈൻ. അപ്പൊ നോക്കിയോളൂ, ഫസ്റ്റ് വൺ നമുക്ക് എത്രയൊക്കെ കോൺഫിഗറേഷൻസ് ഉള്ള? കോമൺ കളക്ടർ ഉണ്ട്, കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്. CC, CB ആൻഡ് CE എന്ന് പറയും. ഇത് 3 3 ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ CEയിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇത് കഴിയുമ്പോൾ. ഓക്കെ, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ CE കോൺഫിഗറേഷനിലുള്ള ഒരു BJT വെച്ച് ഉണ്ടാക്കുന്നതാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ടൈപ്പ് പഠിക്കാം, കോമൺ ബേസ് കോൺഫിഗറേഷൻ. നമ്മൾ പല കോൺഫിഗറേഷൻ പറയുന്നുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവോ?
കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ദിസ് BJT, അപ്പൊ കളക്ടർ എമിറ്റർ ബേസ് ഉണ്ടാവുമല്ലോ. ആ ബേസിനെ ഞാൻ എടുത്തിട്ട് കണ്ടോ, ബേസിനെ ഞാൻ എടുത്ത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യും. അപ്പൊ അത് കോമൺ ബേസ് ആവും. ഇനി എമിറ്ററിനെ എടുത്ത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്താലോ കോമൺ എമിറ്റർ, കളക്ടറിനെ കണക്ട് ചെയ്ത് ഗ്രൗണ്ടിൽ പോയാലോ കോമൺ കളക്ടർ. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കോമൺ ബേസ് എന്ന് വെച്ചാൽ CB എന്ന് വെച്ചാൽ ബേസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. എമിറ്ററിന് എന്ത് സംഭവിച്ചു നോക്കിയേ, ഇവിടെ കണ്ടോ, എമിറ്ററിനെ ഞാൻ എടുത്തിട്ട് ഒരു ഇൻപുട്ട് റെസിസ്റ്ററിലോട്ട് ഞാൻ കണക്ട് ചെയ്തു. മനസ്സിലായോ? ഒരു ഇൻപുട്ട് റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഞാൻ അവിടെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, വിച്ച് ഇസ് കണക്റ്റഡ് ടു ഒരു ബാറ്ററി. ഓക്കെ, അപ്പൊ ഇത്രയും സെക്ഷൻ ആണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്, ഇത്രയും സെക്ഷൻ ആണ് ഔട്ട്പുട്ട് സൈഡ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ എമിറ്ററിന്റെയും ബേസിന്റെയും ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു വോൾട്ടേജ് ഇല്ലേ VB അല്ലെ, ഇത് മാറുന്ന അനുസരിച്ചാണ് ഫോർവേഡും റിവേഴ്സ് ഒക്കെ ആവുന്നത്. ഏത് സെക്ഷൻ? ഇൻപുട്ട് സെക്ഷൻ. അതുപോലെ ഇവിടെ കളക്ടറിന്റെയും ബേസിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് VBC അല്ലെ. അപ്പൊ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് എന്ത് പറ്റുന്നുണ്ട്, ഇതിപ്പോ എന്ത് കോൺഫിഗറേഷൻ ആണ്? ദിസ് ഇസ് എ NPN ട്രാൻസിസ്റ്റർ അല്ലെ, കാരണം ആരോ മാർക്ക് അകത്താണ് അല്ലെ. ദിസ് ഇസ് ഒരു NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ എൻ സൈഡ്, ഈ എമിറ്ററിന്റെ എൻ സൈഡ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ അല്ലേ. അപ്പൊ ഇതെന്ത് മോഡായിട്ട് മാറും? ഇത് റിവേഴ്സ് ബയസ് മോഡിലാവും അല്ലെ. അതുപോലെ ഇവിടെയോ, ഇവിടെ എൻ ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് അല്ലേ, അപ്പൊ ഇത് ഫോർവേഡ് ബയസ് മോഡിലാവും. അപ്പൊ ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്, ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോ ഈ പറയുന്ന ഈ ഒരു കോമൺ ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന BJTയുടെ ഇൻപുട്ട് സൈഡിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും. അതാണ് V ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് എന്തോ ഒരു സൈനസോളജിക്കൽ ആണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മുടെ ഈ കൊടുക്കുന്ന BJT എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കണ്ടോ, ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനാണ് ഞാൻ V ഔട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കളക്ടർ സൈഡിൽ നിന്ന് കണ്ടോ, ഞാനൊരു ലോഡ് റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാവോ? നമ്മളിപ്പോ ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ KCBയിൽ നിന്ന് നമുക്ക് ലൈനിൽ നിന്ന് കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലോട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വീടാണ് ലോഡ്. എന്ന് വെച്ചാൽ ഏതിനാണോ എന്റെ ഫൈനൽ സിഗ്നൽ ഞാൻ കൊടുക്കുന്നത് ആ സാധനത്തിനാണ് ഞാൻ എന്ത് പറയുന്നത്? ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ട് സിഗ്നലിൽ ഞാൻ ഈ BJT കൊടുത്തു. ഈ BJT ആ കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ ഈ BJT ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാക്കും. ആ സിഗ്നൽ ഈ ലോഡിലോട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ എന്ത് പറയുന്നത്? R∗L, ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദി കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അപ്പൊ ഇനി നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട വേറൊരു കുറച്ച് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ഡിവൈസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എമിറ്റർ ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ ആണ്, ബേസ് നമ്മൾ ഗ്രൗണ്ടും ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ എമിറ്റർ സൈഡിൽ പോകുന്ന കറണ്ടിനെ, എമിറ്റർ സൈഡിലോട്ട് കയറുന്ന ഈ കറണ്ട് കണ്ടോ, ഈ ബാറ്ററി കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകത്തില്ലേ, ആ കറണ്ട് ആണ് IE എമിറ്റർ കറണ്ട്. ഓക്കെ, ഇനി BJTയുടെ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിൽ നിന്നല്ലേ, അപ്പൊ അവിടെ നിന്ന് പോകുന്ന കറണ്ട് ആണ് IC. മനസ്സിലായോ? ആൻഡ് ഈ ബേസിൽ നിന്നും ഈ പോകുന്ന ഈ I എന്ന് പറയുന്ന കറണ്ട് ഇല്ലേ, കണ്ടോ, ഈ കറണ്ട് I എന്ന് പറയുന്നത് കളക്ടറിലോട്ടും പോകുന്നുണ്ട്, അതുപോലെ ബേസിലോട്ടും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ IE വിൽ ബി സ്പ്ലിറ്റ് ആസ് IC ആൻഡ് IB ബേസ് കറണ്ട്. മനസ്സിലായോ? അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മതി. ഇവിടെ ഇതൊരു NPN ട്രാൻസിസ്റ്റർ അല്ലേ. അപ്പൊ എന്നിന്റെ അകത്ത്, N എന്ന് പറയുന്ന എമിറ്ററിന്റെ അകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ ഡിഫ്യൂഷൻ വഴി ബേസിന്റെ അകത്ത് പോകും അല്ലെ. പക്ഷെ നമ്മുടെ എയിം എന്താണ്? ആ ഇലക്ട്രോൺ ബേസിലോട്ട് അല്ല പോയേണ്ടത്. പക്ഷെ എവിടെയാണ്? ആ ഇലക്ട്രോൺ കണ്ടു, ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്ത് കളക്ടറിലോട്ട് എത്തിയാലേ ആ ഇലക്ട്രോൺ തിരിച്ച് ബാറ്ററി വഴി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കറണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ബേസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ എന്താണ്, ഇതിപ്പോ N സൈഡിലാണ്, N ടൈപ്പിലായതുകൊണ്ട് അവിടുത്തെ മെജോറിറ്റി കാരി ഇലക്ട്രോൺ ആണ്. പക്ഷെ അത് പാസ് ചെയ്ത് ബേസിലോട്ട് വരുമ്പോൾ ബേസിൽ ആരുണ്ട്? ബേസിന്റെ മെജോറിറ്റി കാരിയർ P ടൈപ്പ് ആയതുകൊണ്ട് ഹോൾസ് അല്ലേ. അപ്പൊ ഈ ഇലക്ട്രോൺ വന്നിട്ട് ഈ ബേസുമായിട്ട് എന്ത് ചെയ്യും? കുറച്ച് റീകമ്പൈൻ ചെയ്യും അല്ലെ. പക്ഷെ ഒത്തിരി റീകമ്പൈൻ ചെയ്താൽ പിന്നെ ഇവിടെ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് കളക്ടറിലോട്ട് മൂവ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ബേസിന്റെ വെട്ട് നമ്മൾ നല്ലോണം കുറച്ച് വെച്ചാൽ കുറച്ച് റീകോമ്പിനേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. ബാക്കി ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടുന്ന് കുറച്ച് റീകോമ്പിനേഷൻ നടന്നിട്ട് ബാക്കി ഇലക്ട്രോൺ എന്ത് ചെയ്യും? കളക്ടർ സൈഡിലോട്ടും പോകും. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് എ പ്രൊസീജിയർ ഹാപ്പനിങ് ഹിയർ. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാരണമാണ് ഇവിടെ എമിറ്റർ കറണ്ട് ഉണ്ടാകുന്നത്. കുറച്ച് ഇലക്ട്രോൺ എന്ത് പറ്റുന്നുണ്ട്? ബേസിലോട്ട് മൂവ് ചെയ്യുന്നില്ലേ, അത് കാരണമാണ് ഒരു ചെറിയ ബേസ് കറണ്ട് ഉണ്ടാകുന്നത്, വിച്ച് ഇസ് വെരി നെഗ്ലിജിബിൾ ആണ്. റീകോമ്പിനേഷൻ കാരണം വളരെ ചെറിയ ബേസ് കറണ്ട്. ബാക്കിയുള്ളത് കളക്ടർ സൈഡിലോട്ട് പോകുന്നതാണ് കളക്ടർ കറണ്ട്. മനസ്സിലായോ? അങ്ങനെ 3 കറണ്ട്സ് ആണ് BJTക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഓരോ കോൺഫിഗറേഷൻ പറയുമ്പോഴും നമുക്ക് അവിടുത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും മാറുന്നുണ്ട്. അപ്പൊ കോമൺ ബേസിന്റെ കേസിൽ നമ്മുടെ ഇൻപുട്ട് എന്താണ്?
നമ്മുടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IE-യും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് IC-യും ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമൺ ബേസിന്റെ കേസിൽ കുറച്ച് പോയിന്റ്സ് അതിന്റെ എന്താണ് വർക്കിംഗ് കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് പറയാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് നോട്ടിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇപ്പൊ ഈ ഒരു കോൺഫിഗറേഷൻ ഇല്ലേ, ഇതില് എന്താണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയണം. ഓക്കെ, വാട്ട് ഇസ് ദിസ് വോൾട്ടേജ് ഗെയിൻ? ഓക്കെ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനൊരു ഇൻപുട്ട് കൊടുത്ത് എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ എനിക്ക് എത്രമാത്രം ഔട്ട്പുട്ട് ആണ് കൂടുതൽ കിട്ടിയത്, അതാണ് വോൾട്ടേജ് ഗെയിൻ ഞാൻ പറയുന്നത്. സോ ബേസിക്കലി A സഫിക്സ് V ആണ് വോൾട്ടേജ് ഗെയിൻ. ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതും ഇൻപുട്ട് വോൾട്ടേജ് ഇതും അല്ലേ? ആൻഡ് വി നോ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു V ഈക്വൽ ടു I into R എന്ന് എനിക്ക് പറഞ്ഞൂടെ ഓംസ് ലോ വെച്ചിട്ട്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റർ RL നെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പൊ RL ത്രൂ പാസ് ചെയ്യുന്ന കറണ്ട് IC അല്ലേ? സോ IC into RL ആയിരിക്കും അല്ലെ? സെയിം വേ എന്താണ് V ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സോ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ റെസിസ്റ്റർ നെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇല്ലേ? അപ്പൊ ഈ റെസിസ്റ്റർ എന്താണ്? R in എന്ന് പറയുന്ന റെസിസ്റ്റർ നെക്രോസ് ആയിട്ടുള്ള കറണ്ട് എത്രയാണ്? IE ആണ് പാസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ റേഷ്യോ ബിറ്റ്വീൻ V ഔട്ട് ബൈ V എടുത്താൽ ദിസ് ഇസ് യുവർ വോൾട്ടേജ് ഗെയിൻ AV. അതിലെ ഈ IC ബൈ IE ഇല്ലേ, അതിനാണ് ഞാൻ എന്ത് പറയുന്നത്? ആൽഫ, വിച്ച് ഇസ് മൈ കറന്റ് ഗെയിൻ, അല്ലെങ്കിൽ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, ദാറ്റ് ദിസ് ഇസ് യുവർ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്? നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. ആൻഡ് ഈ RL ബൈ R നെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ആൽഫ ഇസ് വെരി ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ആൽഫ എന്ന് പറയുന്നതാണ് കറന്റ് ആംപ്ലിഫിക്കേഷൻ. ഇവിടെ നമുക്ക് പഠിക്കേണ്ട അനദർ തിങ് ആണ് കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് സ്റ്റഫ് ആണ്. എന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസ് ഞാൻ പറഞ്ഞു, എന്റെ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് കറണ്ട് എന്താണ്? IE ആണ് അല്ലെ? ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? IC ആണ്. അപ്പൊ ഈ ഔട്ട്പുട്ട് കറണ്ട് ആയ ICയുടെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നോക്കിയേ, നമുക്ക് ബേസിക്കലി പറയാൻ പറ്റും, നമ്മളിപ്പോ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈക്വൽ ടു എന്ത് പറഞ്ഞു? IC ബൈ IE എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു ആൽഫ ഇൻറ്റു IE ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? IC എന്ന് കിട്ടത്തില്ലേ? അതറിയാം. സോ ബേസിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? കളക്ടർ കറണ്ട് IC എന്ന് പറയുന്നത് ആൽഫ ടൈംസ് ഇൻപുട്ട് കറണ്ട് ആണ്. അപ്പൊ ഗെയിൻ ആയില്ലേ? ഇൻപുട്ട് കറണ്ടിനെ ആൽഫ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കറണ്ട് കിട്ടി. പക്ഷെ ഇവിടെ എന്തും സംഭവിക്കാം. ഇത് BJT ആണ് എന്ന് വെച്ചാൽ അവിടെ എന്ത് പറ്റും? രണ്ട് PN ജംഗ്ഷൻ ആഡ് വരുന്നുണ്ട്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലീക്കേജ് കറണ്ട് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ലീക്കേജ് കറണ്ടിന്റെ പ്രസൻസിനെ, ആ ലീക്കേജ് കാരണം ഉണ്ടാവുന്ന കറണ്ടിനെ ഞാൻ I ലീക്കേജ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആൽഫ IE ഈക്വൽ ടു IC എന്ന് പറയുന്ന ഇക്വേഷനില് കണ്ടോ, IC ഈക്വൽ ടു ആൽഫ IE പ്ലസ് I ലീക്കേജ് നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലായോ? ഈ ആൽഫ ഇൻറ്റു I എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് മാത്രമല്ല, ലീക്കേജ് കറണ്ടും കൂടെ കാരണമാണ് ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നതെന്നാണ് മീൻ. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട്, there will be a small leakage current even if the emitter base voltage is 0. അതായത് നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതല്ലേ നമ്മുടെ എമിറ്റർ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ? ഔട്ട്പുട്ട് ജംഗ്ഷനുള്ളത് അല്ലെ? ഈ ഒരു ജംഗ്ഷനിലുള്ള വോൾട്ടേജ് ഞാൻ 0 ഇട്ടാൽ പോലും ഒരു ലീക്കേജ് കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് ഞാൻ ഈ ലീക്കേജ് കറണ്ട് തന്നെ നമ്മൾ ജനറലൈസ് ചെയ്ത് ICBO എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ICBO മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ലീക്കേജ് കറണ്ട് തന്നെയാണ് നമ്മൾ ICBO എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ കണ്ടോ, ദിസ് ഇക്വേഷൻ ബിക്കംസ് ദിസ് വേ, IC ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഫ്രം ദിസ് ഡയഗ്രാം ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, ഈ എമിറ്റർ കറണ്ട് വന്നിട്ട് എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ ബേസിലോട്ടും പോകുന്നുണ്ട്, കളക്ടറിലോട്ടും പോകുന്നില്ലേ? ഇങ്ങനെ ഈ എമിറ്റർ കറണ്ട് വന്നു അല്ലെ? ഈ എമിറ്റർ കറണ്ട് വന്ന് ബേസിലോട്ടും കളക്ടറിലോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് IE വിൽ ബി ഈക്വൽ ടു IB പ്ലസ് IC എന്ന് പറഞ്ഞൂടെ അല്ലെ? വേറെ IB ഈസ് വെരി വെരി നെഗ്ലിജിബിളും കൂടെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. വി ക്യാൻ സേ ദാറ്റ് IE will be equal to IC plus IB എന്ന് എനിക്ക് പറയാം. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്പർ 2 ഇല്ലേ, ഇപ്പൊ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിചാരിക്കും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 1 in 2. ഓക്കെ, ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കിയേ, IC ഈക്വൽ ടു ആൽഫ ഇൻറ്റു IEക്ക് പകരം ഞാനിത് ഈ എക്സ്പ്രഷൻ ഇട്ടു.
സോ ആൽഫ ഇൻറ്റു ഐ സി പ്ലസ് ഐ ബി പ്ലസ് ഐ സി ബി എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഐ സി ടേം ഉണ്ട്, ഇവിടെ ഐ സി ടേം ഉണ്ട് അല്ലെ. സോ ഈ ആൽഫ ഐ സി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? മൈനസ് ആൽഫ ഐ സി. അപ്പൊ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ വിൽ ബി ഈക്വൽ ടു ആൽഫ ടൈംസ് ഐ ബി പ്ലസ് ഐ സി ബി ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്? ഈ ഐ സി ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ അല്ലേ വേണ്ടേ? അപ്പൊ ഈ 1 മൈനസ് ആൽഫനെ ഞാൻ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാണ്. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് പറ്റും? സി ഇവിടെ ആൽഫ ഐ ബി അല്ലെ, ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ, ഇവിടെയോ ഐ സി ബിയോ ബൈ 1 മൈനസ് ആൽഫ ആയി. അതായത് ഐ സി ഈക്വൽ ടു എങ്ങനെ വരും? ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബിയോ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഓക്കെ, പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഡയറക്ട്ലി ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, കോമൺ ബേസ് കോൺഫിഗറേഷനിൽ നമ്മുടെ കളക്ടർ കറണ്ട് എക്സ്പ്രഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വിച്ച് ഡിപെൻഡ്സ് അപ്പോൺ ബേസ് കറണ്ട് ആൻഡ് എന്താണ് ഐ സി ബി എന്ന് പറയുന്ന ലീക്കേജ് കറണ്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായാൽ നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ്? ഒരു ഈ പറയുന്ന കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ക്യാരക്ടറിസ്റ്റിക്സ് വേറൊന്നുമില്ല. ഇൻപുട്ട് ക്യാര എന്ന് പറയുമ്പോൾ നോക്കിയേ, ദിസ് ഇസ് ബേസിക്കലി എ ഗ്രാഫ് ഓഫ് എമിറ്റർ കറണ്ട് വേഴ്സസ് എമിറ്റർ ബേസ് വോൾട്ടേജ്. അതായത് നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷനിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് ജംഗ്ഷൻ നോക്കുമ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് ഐയും അവിടുത്തെ വോൾട്ടേജ് വി ബി അല്ലേ. സോ എ ഗ്രാഫ് ഡ്രോൺ ബിറ്റ്വീൻ ഐ ഇ ആൻഡ് ഇൻപുട്ട് കറണ്ട് ആൻഡ് എ ഗ്രാഫ് ഡ്രോൺ ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ചിങ് എന്താണ്? ബൈ ചേഞ്ചിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. മനസ്സിലായോ? ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ചിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇൻപുട്ട് ക്യാര. വൈൽ ഔട്ട്പുട്ട് ക്യാര എന്തെന്നറിയാവോ? ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ചിങ് ഇൻപുട്ട് കറണ്ട്. അതാണ് ഔട്ട്പുട്ട് ക്യാര. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഗ്രാഫ് ആയിട്ട് വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ മീനിങ്. അപ്പൊ ഇൻപുട്ട് ക്യാര നോക്കിയേ, ഇൻപുട്ട് ക്യാര എന്ന് വെച്ചാൽ ഇവിടെ ആക്സസ് കണ്ടോ? ദിസ് ഇസ് ഐ ഇ വേഴ്സസ് വി ബി ഇ ബൈ ചേഞ്ചിങ് വി സി ബി വിച്ച് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് വി സി ബിയുടെ വാല്യൂ സപ്പോസ് ആദ്യം ഇവിടെ ഇത് കണ്ടു, ഇത് 0 വോൾട്ട് ആണ്. 0 വോൾട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഐ വിൽ സ്ലോലി ഇൻക്രീസ് ദ വാല്യൂ ഓഫ് വി ബി ഇ. അത് കാരണം പാരലൽ എന്ത് പറ്റും? വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് ഫോർവേഡ് ബയസ് വോൾട്ടേജ്, നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷനുള്ള വോൾട്ടേജ് കൂട്ടിയാൽ അവിടുത്തെ കറണ്ടും കൂടും. അത് കാരണം അവിടുത്തെ കറണ്ട് ഐയും കൂടും. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് ആ ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ആയിട്ട് വരച്ചേക്കുന്നത് കണ്ടോ. എന്നിട്ട് വി സി ബിയുടെ വാല്യൂസ് ഇവിടെ 0 വോൾട്ട്, ഇത് 8, ഇത് 18 അങ്ങനെ കൂട്ടുന്നവർ എന്ത് പറ്റുന്നുണ്ട്? ഗ്രാഫ് കൂടി കൂടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അകത്തോട്ട് ടിൽറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് വരച്ചിട്ട് ഇതിന്റെ അനാലിസിസ്, ഇത് ഓരോന്ന് ഇതൊക്കെയാണ്, ഇത് നമ്മൾ വി സി ബിയുടെ വാല്യൂ കൂട്ടുന്തോറും ഗ്രാഫ് അകത്തോട്ട് പോകുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ എഴുതണം. മനസ്സിലായി? അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെയിം വേ നോക്കിയേ, ഔട്ട്പുട്ട് ക്യാര നോക്കിയേ. ഔട്ട്പുട്ട് ക്യാര നോക്കുമ്പോൾ ഈ ഒരു ആക്സസ് കണ്ടോ? ദിസ് ഇസ് വി സി ബി ആണ്. ഓക്കെ, ആൻഡ് ഇതെന്താണ്? ഇത് ഐ സി ആണ്. കണ്ടോ? ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ചിങ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് എന്താണ്? ഇൻപുട്ട് കറണ്ട് ആണ്, ഐ ഇ ആണ്. മനസ്സിലായോ? ഐയുടെ വാല്യൂ 0, 1, 2 അങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഞാൻ ആദ്യം എമിറ്റർ കറണ്ടിന്റെ വാല്യൂ സം വാല്യൂ ഞാൻ ഫിക്സ് ചെയ്തു, എന്താണ് 0 മില്ലി ആംപിയറിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുമ്പോൾ പാരലൽ എന്ത് പറ്റുന്നുണ്ട്? ഔട്ട്പുട്ട് കറണ്ട് മെല്ലെ കൂടും. മനസ്സിലായോ? അപ്പൊ ആദ്യം ഇവിടെ നോക്കിയേ, ആദ്യം വി സി ബിയുടെ വാല്യൂ ഞാൻ കൂട്ടിയേ. ആദ്യം വി സി ബിയുടെ വാല്യൂ കണ്ടോ? ഞാനിപ്പോ 0 എന്ന് പതിയെ കൂട്ടുകയാണ് അല്ലെ. കൂട്ടുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? കളക്ടർ കറണ്ട് പതിയെ കൂടി, പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആവുകയാണ് അല്ലെ ത്രൂ ഔട്ട്. പിന്നെ വി സി ബിയുടെ വാല്യൂ എത്ര കൂട്ടിയാലും ആ കറണ്ടും കോൺസ്റ്റന്റ് ആവുക. പക്ഷെ വാട്ട് ഹാപ്പൻസ് വെൻ വി സി ബി നെഗറ്റീവ് ആവുമ്പോൾ? ഇവിടെ നോക്കിയേ. സോ ഇവിടെ വി സി ബിയുടെ വാല്യൂ ചെറുതായിട്ട് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ പോലും ദർ ഇസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, വി സി ബിയുടെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ ഇത്രയും വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ദർ ഇസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട് ആണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? അതാണ് പ്രത്യേകത. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു റീജിയൻ വരച്ചേക്കുന്നില്ല, ഈ ഒരു ബ്ലൂ ഷെയ്ഡ് റീജിയൻ, ഞാൻ ഇതിനാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ റീജിയനിൽ ഞാൻ എന്താ പറഞ്ഞേ? നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ട് ജംഗ്ഷൻ എന്തായിട്ട് മാറും? ഫോർവേഡ് ബയസ് ആയിട്ട് മാറും. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും ഫോർവേഡ് ബയസ് ആയി നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ചെറിയൊരു ഫോർവേഡ് ബയസ് കൊടുത്താൽ, ഒരു ഫോർവേഡ് ബയസ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് പറ്റുന്നുണ്ട്? ദർസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? ദർസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കറണ്ട് കണ്ടക്ടിങ് അവിടെ നടക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ റീജിയനിൽ നമുക്ക് ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട് കിട്ടുന്നത്.
അപ്പൊ ആൻഡ് ഇത് ഈ ഒരു റീജിയൻ കണ്ടോ, ഇതാണ് നമ്മുടെ ആക്റ്റീവ് റീജിയൻ. ആൻഡ് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ. അങ്ങനെ 3 റീജിയൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺഫിഗറേഷൻ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇനി അടുത്ത നോക്കിയാൽ അടുത്ത കോൺഫിഗറേഷൻ നമ്മൾ പറയുന്നതാണ് സിഇ കോൺഫിഗറേഷൻ. അപ്പൊ സിഇ കോൺഫിഗറേഷന്റെ സ്പെഷ്യാലിറ്റി നോക്കിയേ. സിഇ കോൺഫിഗറേഷൻ പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ആരെയായിരിക്കും, എമിറ്ററിനെ ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, കളക്ടർ ഉണ്ട്, ബേസ് ഉണ്ട്, എമിറ്റർ എങ്കിൽ നമ്മൾ എമിറ്ററിനെ എടുത്തത് ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, അവിടെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. എമിറ്ററിനെ എടുത്ത് ഞാൻ ഗ്രൗണ്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ബേസിനെ എടുത്തിട്ടാണ് ഞാൻ ഇൻപുട്ടിൽ കണക്ട് ചെയ്തത്. ആൻഡ് കളക്ടറിനെ എടുത്ത് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ കറസ്പോണ്ടിങ് ആ ഒരു എന്താണ് നമ്മുടെ BJT വെച്ച് നോക്കിയാ വരച്ചേക്കുന്നത്. അപ്പൊ ഈ വരച്ചേക്കുന്ന കേസിൽ നമ്മുടെ ബേസ് ആണ് കേട്ടോ. ബേസ് എടുത്തിട്ട് ആ ബേസിന്റെയും എമിറ്ററിന്റെ ഇടയ്ക്കാണ് എന്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറണ്ടും. ഇൻപുട്ട് കറണ്ട് IB, ഇൻപുട്ട് വോൾട്ടേജ് VB. അതുപോലെ കളക്ടറിന്റെയും എമിറ്ററിന്റെയും ഇടയ്ക്കാണ് ഔട്ട്പുട്ട് കറണ്ട് കളക്ടറും അതിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് VCE ആയിട്ട് മാറുന്നത്. അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയും ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെ നിന്നുമാണ്. അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് കറണ്ട് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്, ഇൻപുട്ട് കറണ്ട് IB ആണ്, ഔട്ട്പുട്ട് കറണ്ട് IC ആണ്. ഇൻപുട്ട് വോൾട്ടേജ് VB ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, വി കൻ ഓൾസോ ടോക്ക് അബൌട്ട് ദി വാല്യൂ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. അല്ലെ, ആൽഫ ബീറ്റ റിലേഷൻ പറയാം. അപ്പൊ റിലേഷൻ പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ പറയുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ എമിറ്റർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് ബീറ്റ. ഓക്കെ, നമ്മൾ അവിടെ ആൽഫ എന്താ പറഞ്ഞേ, നമ്മൾ ആൽഫ പറഞ്ഞ എങ്ങനെയാണ്, ആൽഫ ഈക്വൽ ടു IC/IE. ഇവിടെ ഡെൽറ്റ ഇട്ടേക്കുന്ന മീനിങ് എന്താണ്, ഒരു ചെറിയ ചേഞ്ചിനാണ് IC/IE. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് ICയും ഇൻപുട്ട് IB ആയതുകൊണ്ടാണ് IC/IB എന്നിട്ട്. ഇനി ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്, ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ എന്തായാലും ചോദിക്കും. അതായത് ബീറ്റ എന്നാൽ ആൽഫ കണ്ടുപിടിക്കുക, ആൽഫ എന്നാൽ ബീറ്റ കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്, ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ചോദിക്കും കേട്ടോ. അതിന്റെ ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ്, വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പാർട്ടിയിൽ ചിലപ്പോൾ റിലേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഇക്വേഷൻ നമുക്ക് വെരി ഫെമിലിയർ അല്ലേ, I ഈക്വൽ ടു IB പ്ലസ് IC അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എനിക്ക് ഡെൽറ്റ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. അതായത് ഡെൽറ്റ I ഈക്വൽ ടു ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC. ഇത് രണ്ടും സെയിം ഇക്വേഷൻ തന്നെ. അങ്ങനെയെങ്കിൽ ഈ IB ഈക്വൽ ടു IB നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന് I നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ IB ഈക്വൽ ടു ഡെൽറ്റ E മൈനസ് IC അല്ലേ. അല്ല, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു, അപ്പൊ സെയിം ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ. ഇനി എന്ത് ചെയ്യാം, ഈ ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ IC/IB എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെൽറ്റ IBക്ക് വരും ഈ ഇക്വേഷൻ കൊടുക്കുക. അതായത് ഡെൽറ്റ IC ബൈ എന്ത് വരും, ഡെൽറ്റ IE മൈനസ് IC എന്ന് വരും. അങ്ങനെയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഡിവൈഡിങ്. ഓക്കെ, ഐ എം ആക്ച്വലി ഡിവൈഡിങ് ബൈ IE ചെയ്യാണ് ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്തു. ഇനി വാട്ട് ഇസ് ദിസ് ഡെൽറ്റ IC/IE, ദാറ്റ് ഇസ് ആൽഫ. അല്ല, അത് ആൽഫ എന്നല്ലേ. അപ്പൊ ഇവിടെ ആൽഫ എന്ന് എഴുതാം. ഇവിടെ താഴെയോ IE/IE ക്യാൻസൽ ആവും, അത് 1 ആണ്. അതുപോലെ ഇവിടെ IC/IE ആൽഫയാണ്. സോ ബീറ്റ ഈക്വൽസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണ് റിലേഷൻ. ആൻഡ് വൺ മോർ തിങ് മനസ്സിലാക്കുക, ഇവിടുത്തെ കേസിൽ നോക്കിയേ, ആൽഫയുടെ വാല്യൂ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഗെയിനിന്റെ വാല്യൂ ഇല്ലേ, ഇറ്റ് ഇസ് വെരി ഹൈ ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. വൈൽ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷനില് ഗെയിനിന്റെ വാല്യൂ കുറവാണ്. അത് ലാസ്റ്റ് ഞാൻ ഒരു ടേബിൾ ആയിട്ട് തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ, ആ ഒരു കമ്പാരിസൺ ഒക്കെ. ഇനി ഇവിടുത്തെ കേസിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ പറയാൻ പറ്റും. അപ്പൊ നോക്കിയേ, ബേസിക്കലി ആദ്യം നമ്മൾ ഈ ടോട്ടൽ എമിറ്റർ കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, IC ഈക്വൽ ടു ആൽഫ IE പ്ലസ് IC/BO നമ്മൾ മുന്നേ പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ അതിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാ, ഈ IEക്ക് പകരം ഞാനിത് ഈ ഒരു എക്സ്പ്രഷൻ ഇട്ടു അല്ലെ, ഈ ഒരു സാധനം ഇങ്ങോട്ട് വരും. അപ്പൊ എന്തായിട്ട് മാറും, IEക്ക് പകരം IB പ്ലസ് IC വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ വരുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ IC എന്നല്ല വരുന്നേ. അപ്പൊ എനിക്ക് IC ടേംസ് മാത്രം പിക്ക് ഔട്ട് ചെയ്യാൻ ഇവിടെ ഞാൻ ഈ ആൽഫ ഇൻറ്റു IC ടേം എടുത്തു, ഇവിടെ IC ടേം ഇത് ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ കിട്ടത്തില്ലേ, IC ഇൻറ്റു 1 മൈനസ് ആൽഫ വിൽ ബി ഈക്വൽ ടു ആൽഫ IB പ്ലസ് IC/BO. എന്നിട്ട് ഞാൻ എന്താ ചെയ്തേ, IC ഈക്വൽ ടു നോക്കിയേ, നമുക്ക് ആൽഫ IB ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതിക്കൂടെ. അതുപോലെ IC/BO ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ ദിസ് ഇസ് യുവർ ഫൈനൽ ഇക്വേഷൻ ഫോർ ദി കളക്ടർ കറന്റ് ഇൻ ദ കേസ് ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി ഫാദർ നോക്കി എന്ത് സംഭവിക്കുമെന്ന്. ഇനി ഫാദർ നോക്കി നമ്മൾ ഒരു കേസും കൂടെ പറയും. അതായത് വെൻ നമ്മുടെ ബേസിന്റെ സൈഡ് ഓപ്പൺ ആണെങ്കിൽ, വെൻ ദി ബേസ് സർക്യൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
മനസ്സിലായോ? അപ്പൊ ഇവിടെ കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എമിറ്റർ എന്താണ്, നമ്മൾ ഗ്രൗണ്ട് ചെയ്തു, ബേസ് ആണ് ഇൻപുട്ട് സൈഡ് അല്ലെ. ആ ഇൻപുട്ട് സൈഡിൽ വോൾട്ടേജ് ഞാൻ കൊടുത്തിട്ടില്ല. അതേതാ, വി ബി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സൈഡ് ഓപ്പൺ ആയി കിടക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ വരും, സർക്യൂട്ട് ഇങ്ങനെ വരും. ഇത് നമ്മുടെ ജംഗ്ഷൻ അല്ലേ, ഇവിടെ ഒരു ബയസിംഗ് ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ബയസിംഗ് ഇല്ല, ഇത് ഓപ്പൺ ആയി ഞെട്ടേക്കാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് പറയാണ്, സി ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ട് ഐ ബി എന്താവും, ഐ ബി 0 ആയിട്ട് പോകത്തില്ലേ? ഓബിയസ്ലി ആവും. കാരണം കറണ്ട് എപ്പോഴും പാസ് ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ് പാത്ത് വേണം. അപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ, വോൾട്ടേജ് ഇല്ലെങ്കിൽ അവിടെ കറണ്ട് ഇല്ല. എങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് കളക്ടർ എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ. മനസ്സിലായോ? അപ്പോഴാണ് കളക്ടർ ടു എമിറ്റർ കറണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് അല്ല, കളക്ടർ ടു എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ ആണ് ICEO എന്ന് പറയുന്നത്. മനസ്സിലായോ? ബേസ് ഓപ്പൺ ആവുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് കറണ്ട് ആണ് ICEO. ആ ICEO വിൽ ബി ഈക്വൽ ടു 1 മൈനസ് 1 മൈനസ് ആൽഫ ടൈംസ് ICBO ആണ്. മനസ്സിലായോ? ICBO എന്തായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത്, നമ്മൾ എമിറ്റർ സൈഡ് ഓപ്പൺ ആക്കി ഇട്ടുന്ന സമയത്ത് അല്ലെ, CB കോൺഫിഗറേഷനിൽ ഇതേപോലെ അവിടെ ഇൻപുട്ട് സൈഡ് എമിറ്റർ ആയപ്പോൾ അവിടെ ഓപ്പൺ ആക്കി ഇടുമ്പോഴാണ് എനിക്ക് ICEO കിട്ടിയത്, സോറി ICBO കിട്ടിയത് അല്ലെ. ഇവിടെ ഞാൻ എന്താ ചെയ്തേ, ഇവിടെ ബേസ് ആയ ഇൻപുട്ട്, ബേസ് സൈഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ICEO കിട്ടും. മനസ്സിലായോ? അവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. അപ്പൊ അങ്ങനെ എനിക്കിത് അറിയാമെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ്, ഈ പ്രീവിയസ് ഇക്വേഷനിൽ ഈ ഒരു പാർട്ട് കിട്ടിയില്ലേ, ഇതിന് എനിക്ക് 1/1 മൈനസ് ആൽഫ ടൈംസ് ICBO എനിക്ക് എന്ത് എഴുതാം, ICEO ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? ICEO അങ്ങനെ എഴുതുമ്പോൾ ഇത് കിട്ടും. ആൻഡ് ഈ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്താണ്, ബീറ്റ അല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പൊ അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത DC ലോഡ് ലൈൻ കോൺസെപ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അതും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്യൂ പോയിന്റ് എന്താണ്, സ്റ്റെബിലിറ്റി എന്താണ്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ DC ലോഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അതിൽ ആ ഗ്രാഫ് വരയ്ക്കുന്നതിന്റെ ബേസിക്സ് ഈ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റും. ഓക്കെ അല്ലേ, മനസ്സിലായോ? അപ്പൊ C കോൺഫിഗറേഷനിൽ കളക്ടർ കറണ്ട് ഇക്വേഷൻ ആണ് ബീറ്റ IB പ്ലസ് ICEO, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിലും കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കേസിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, എനിക്ക് എന്റെ ഇൻപുട്ട് ക്യാരി ഔട്ട്പുട്ട് ക്യാരി ഒക്കെ പറയാൻ പറ്റും. കണ്ടോ, ഇൻപുട്ട് ക്യാരി കണ്ടോ, ഇൻപുട്ട് ക്യാരി എന്ന് വെച്ചാൽ ഇൻപുട്ട് കറണ്ട് ഇവിടുത്തെ IB വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്, VBE ബൈ ചേഞ്ചിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ആണ്. ഇവിടെ എന്ത് പറ്റുന്നുണ്ട്, ഇവിടെ VCയുടെ വാല്യൂ 1, 10, 20 കൂട്ടും തോറും ഗ്രാഫ് പുറത്തോട്ടാണ് ടിൽറ്റ് ചെയ്ത് തരുന്നത്. കണ്ടോ, ഗ്രാഫ് ഇങ്ങനെയല്ലേ പോകുന്നേ. മനസ്സിലായി, അതാണ് വ്യത്യാസം. ഓക്കെ, അതേപോലെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരി വരയ്ക്കുമ്പോഴോ, ഔട്ട്പുട്ട് നോക്കിയേ, ദിസ് ഇസ് ഔട്ട്പുട്ട് കറണ്ട് IC വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ബൈ ചേഞ്ചിങ് ഇൻപുട്ട് കറണ്ട് IB ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എഗെയിൻ IBയുടെ വാല്യൂ കൂട്ടും തോറും വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഗ്രാഫ് മേലോട്ട് കറണ്ട് കൂടുന്നുണ്ട് അല്ലെ. ആസ് IBയുടെ വാല്യൂ ഞാനിപ്പം 10ന്റെ വാല്യൂ 10ൽ ഫിക്സ് ചെയ്തു, എന്നിട്ട് VCE കൂട്ടുമ്പോൾ കറണ്ട് ആദ്യം കുറച്ച് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോയി. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ വരച്ചാൽ മതി. ഇനി ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്താണ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെ വരുന്നത്, കോമൺ കളക്ടർ എന്ന് പറയുമ്പോൾ എമിറ്റർ ബേസ് കളക്ടർ ആവുമ്പോൾ കളക്ടർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പൊ ബേസിന്റെയും കളക്ടറിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്. ഓക്കെ, അപ്പൊ അവിടുത്തെ വോൾട്ടേജിനെ ഞാൻ എന്ത് പറയും, VBC എന്ന് പറയും. ആൻഡ് അവിടുത്തെ കറണ്ട് ഞാൻ എന്ത് പറയും, IB എന്ന് പറയും. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് സൈഡിലോ, ഔട്ട്പുട്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദി എമിറ്റർ ആൻഡ് ദി കളക്ടർ അല്ലേ. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് ഞാൻ എന്ത് പറയും, VCE പറയും. ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ഞാൻ എന്ത് പറയും, IC എന്ന് ഞാൻ പറയും. IB ആൻഡ് IC പറയും. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്താണ്, IB, ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, IC. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ പറയുന്ന ഗെയിൻ ആണ് ഗാമ. ഓക്കെ, ദിസ് ഇസ് ഗാമയാണ്. വിൽ ബി ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB ആണ് ഇവിടത്തെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് CB പറഞ്ഞപ്പോ നമ്മൾ ആൽഫ പറഞ്ഞു, CE പറഞ്ഞപ്പോ ബീറ്റ പറഞ്ഞു, CC പറഞ്ഞപ്പോ എന്താ, ഗാമ പറഞ്ഞു. ഇനി ആൽഫയും ബീറ്റയും തമ്മിലുള്ളത് പോലെ ബീറ്റയും ഗാമയും തമ്മിലും റിലേഷൻ ഉണ്ട്, ആൽഫയും ഗാമയും തമ്മിൽ റിലേഷൻ ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഗാമയാണ് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ബിറ്റ്വീൻ ഇവിടെ എമിറ്റർ ആൻഡ് കളക്ടർ അല്ലേ. അപ്പൊ ഈ കറണ്ട് എന്ത് പറയും, നമ്മൾ IE എന്ന് പറയും അല്ലെ, IE. ഓക്കെ, അപ്പൊ ഈ എക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ്, IE ബൈ IB എന്നാ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലാരിഫൈ ദാറ്റ്. ഓക്കെ, IE ബൈ IB പറയും. ഇനി നോക്കിയേ,
ഇനി നമ്മൾ പറയുമ്പോൾ കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ നോക്കിയാൽ നമ്മൾ ഇതാണ് നമ്മുടെ ഗാമ പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് യുവർ ആൽഫ ആൻഡ് ദിസ് ഇസ് അവർ ബേസിക് ഇക്വേഷൻ ഫോർ എമിറ്റർ കറണ്ട് അല്ലേ. ഐ ഈക്വൽ ടു ഐ വി പ്ലസ് ഐ സി ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും ഐ ബി ഈക്വൽ ടു ഐ ഇ മൈനസ് ഐ സി എന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമെങ്കിൽ നമുക്ക് ഈ ഗാമ ഇക്വേഷനിൽ വന്നിട്ട് ഡിനോമിനേറ്ററിൽ ഡെൽറ്റ ഐ ബിക്ക് പകരം ഈ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ അവർ നോക്കിയേ ഗാമ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ ഇ മൈനസ് ഐ സി. എന്നിട്ട് വി ആർ ഡിവൈഡിങ് ത്രൂ ഔട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ എന്താണ് ഐ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്തില്ലേ, അപ്പൊ മുകളിൽ എന്തായിട്ട് മാറും ഐ ബൈ ഐ ക്യാൻസൽ ആയി 1 ആവും. താഴെ ഐ ബൈ ഐ 1 ആവും. ഐ സി ബൈ ഐ എന്താണ് ആൽഫ. ദാറ്റ് ഇസ് ഗാമ ഈക്വൽ ടു എന്താ വരുന്നേ ഗാമ ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആൽഫയാണ് റിലേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇത് നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു, നമ്മൾ ബീറ്റ പഠിച്ചു അല്ലെ. നമ്മൾ ഇവിടെ വന്നിട്ട് ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആയിരുന്നു അല്ലെ. ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആൻഡ് ഗാമ ഈക്വൽ ടു എങ്ങനെയാണ് 1 ബൈ 1 മൈനസ് ആൽഫയാണ് റിലേഷൻ. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ആൽഫ ബീറ്റ നമ്മൾ റിലേഷൻ ചെയ്യാൻ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഇവിടെയും ആൽഫ അറിയാമെങ്കിലും ഗാമ കണ്ടുപിടിക്കാൻ പറ്റും. Okay, so beta equal to alpha by 1 minus alpha, gamma equal to 1 by 1 minus alpha ആണ് the current relations. Very important. Okay, and ഇവിടെ നമുക്ക് എന്ത് പറയാം, കളക്ടർ കറണ്ട് പറയാവേ. സി ആദ്യം മെയിൻ ഇക്വേഷൻ ഐ സി, നമ്മുടെ കളക്ടർ കറണ്ടിന്റെ മെയിൻ ഇക്വേഷൻ വരുന്നത് ആൽഫ ഇ പ്ലസ് ഐ സി ബിയോ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ഐ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഇക്വേഷനിൽ തന്നെ ഐ സി റീപ്ലേസ് ചെയ്ത് ഈ ഇക്വേഷൻ എനിക്ക് പറയാം അല്ലെ. എന്നിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഐ ഇ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സി ഇവിടെ ഐ ഈക്വൽ ടു ഈ ഒരു ടേമല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ആ ടേംസിനെ കോമൺ ആക്കി എടുത്തു. ബാക്കി ഇവിടെ ഐ ബിയും ഐ സി ബിയോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിം അല്ലേ? ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്തു ഈ 1 മൈനസ് ആൽഫ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്താണ്, ഐ ഈക്വൽ ടു ഐ ബി ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ഐ സി ബിയോ ബൈ 1 മൈനസ് ആൽഫ കിട്ടിയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു നമ്മുടെ ഐ ഇ ഈക്വൽ ടു ആണ് നമ്മുടെ ഐ ബി പ്ലസ് ഐ സി എന്ന് പറയുന്നത് അല്ലെ. വൈൽ ഈ ഐ ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി സ്മോൾ ബേസ് കറണ്ട് ആണ്, റീകോമ്പിനേഷൻ കുറച്ചായതുകൊണ്ട് അല്ലെ, ബേസിന്റെ വിട്ട് കുഞ്ഞാണ്. അപ്പൊ അത് കാരണം ഐ ബി വിൽ ബി വെരി സ്മോൾ ഓർ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ആസ് 0. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്, ഐ ഇ ഈക്വൽ ടു എനിക്ക് ഐ സി എന്ന് പറയാൻ പറ്റത്തില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഐ ഇനെ അപ്രോക്സിമേറ്റഡ് ഐ സി പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ കിട്ടും, ഈ ഇക്വേഷൻ വരും. അപ്പൊ അതില് ഇവിടെ സി 1 ബൈ 1 മൈനസ് ആൽഫ എന്തായിട്ട് മാറും, ഇവിടെ കണ്ടോ ഐ ബി ബൈ 1 മൈനസ് ആൽഫ നമ്മൾ എന്തായിട്ട് എഴുതി, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി. അത് എന്ത് റിലേഷൻ കിട്ടിയത്, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇക്വേഷൻ നമ്മൾ അത് എഴുതിയത്. ഓക്കെ, അതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി എന്ന് എഴുതി. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ കളക്ടർ കറണ്ട് ഓഫ് എന്താണ്, ദിസ് ഇസ് കളക്ടർ കറണ്ട് ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ആൻഡ് ഇവിടത്തെ നോക്കിയേ, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര ഇസ് ബിറ്റ്വീൻ ഇത് ഐ ബി, ദിസ് ഇസ് ഐ ബി വേഴ്സസ് ദിസ് ഇസ് ബി ബി സി ആണ് അല്ലെ. ഇൻപുട്ട് കറണ്ട് ഇൻപുട്ട് വോൾട്ടേജ് വേഴ്സസ് എന്താണ്, ദിസ് ഇസ് ബി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇത് 3 വോൾട്ട് ആവുമ്പോഴും ഇത് 5 വോൾട്ട് ആവുമ്പോഴും കണ്ടോ. അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് നോക്കിയേ, ഔട്ട്പുട്ട് കറണ്ട് ഐ ഇ വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഇ സി ബൈ ചേഞ്ചിങ് ദ കറണ്ട് ഓഫ് ഐ ബി ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറണ്ട് അല്ലെ. 0 to 20 വോൾട്ട് നമ്മൾ എന്താണ് ഇൻപുട്ട് കറണ്ട് കൂട്ടുന്ന സമയത്ത് ഗ്രാഫ് മേലോട്ടും പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ഈ കമ്പാരിസൺ ടേബിൾ നിങ്ങളുടെ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ടാണ് നോക്കി വെച്ചിരിക്കുക. സി ബി സിഇ സി സി കോൺഫിഗറേഷൻ ഉണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലോ ഫോർ സി ബി, വിൽ ബി മോഡറേറ്റ് ഫോർ സിഇ ആൻഡ് വെരി ഹൈ ഫോർ സി സി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ കമ്പാരിസൺ എഴുതാൻ വേണ്ടി ഇതിലുള്ള കുറച്ച് ഫ്യൂ പോയിന്റ്സ്, ഒരു 5 to 6 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പാർട്ടിയിൽ. അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കിയേ, സി ബിയിൽ വെരി ഹൈ, ഇവിടെ മോഡറേറ്റ്, ഇവിടെ ലോ. ഇൻപുട്ട് കറണ്ട് സി ബിയിൽ എന്താണ് ഐ ഇ, അതുപോലെ ഇൻപുട്ട് കറണ്ട് സിഇയിൽ ഐ ബി, സി സിയിൽ ഐ ബി. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് കറണ്ട് സി ബിയിൽ ഐ സി, സിഇയിൽ ഐ സി, സി സിയിൽ മാത്രം എന്താണ് ഐ ഇ വരും. ഓക്കെ, സോ ഇൻപുട്ട് കറണ്ട് ഫോർ സി ആൻഡ് സി സി രണ്ടും ഐ ബി ആണ്, ഔട്ട്പുട്ട് കറണ്ട് ഫോർ സി ബി ആൻഡ് സിഇ രണ്ടും ഐ സി ആണ്. ഓക്കെ, ഇനി ഇൻപുട്ട് വോൾട്ടേജ് എവിടെ അപ്ലൈ ചെയ്യുന്നത്, സി ബിയുടെ കേസിലെ എമിറ്ററിന്റെ ബേസിന്റെ ഇടയ്ക്ക്, സിഇയിലോ ബേസിന്റെ എമിറ്ററിലും, കളക്ടർ സൈഡ് സി സിയിലോ ബേസിന്റെ കളക്ടറിന്റെ ഇടയ്ക്ക്. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതിന്റെ അക്രോസ് എടുക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയേ, സി ബിയിലും സിഇയിലും സി സിയിലുള്ള കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ് ആൽഫ ബീറ്റ ഗാമ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ട് ഗെയിന് സി ബിയിൽ കുറവാണ്, ലെസ് ദാൻ യൂണിറ്റ്, ഇവിടെ ഹൈ, ഇവിടെ ഹൈ ആണ്. വോൾട്ടേജ് ഗെയിനും സി ബിയിലും സിയിലും ഹൈ ആണ്, സി സിയിലും ലോ ആണ്.
ആൻഡ് ആപ്ലിക്കേഷൻസോ CB കോൺഫിഗറേഷൻ നമ്മൾ മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫയർ മാച്ചിങ്ങിനും ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ CEO നമ്മൾ ഓഡിയോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ, മെയിൻലി ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ആൻഡ് CC ഇതോ നമ്മൾ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെക്നീക്ക് ആണ്. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് ബി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇൻ ഫർദർ സെമിസ്റ്റേഴ്സിൽ മൈക്രോവേവ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ആന്റിന ഒരു കോൺസെപ്റ്റ് പഠിക്കും. അവിടെ പഠിക്കാൻ പോകുന്ന തിങ് ആണ് ഇംപെഡൻസ് മാച്ചിങ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് നൗ. ഈ പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ എനിവേ CB, CE, CC കോൺഫിഗറേഷൻസ് എല്ലാം എന്താണ്, ഓരോരോ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോൺഫിഗറേഷൻസ് വരുന്നത്. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കേണ്ടത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ചും ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ. ആൻഡ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ട്രാൻസിസ്റ്റർ ആസ് സ്വിച്ച് ആൻഡ് ആംപ്ലിഫയർ പഠിക്കണം. അപ്പൊ അതിനുശേഷം നമുക്ക് വരുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ സിലബസ് വൈസിൽ ആക്ച്വലി DC പവർ സപ്ലൈ എന്നാണ് ഇട്ടേക്കുന്നത്. ഇവിടെ കണ്ടോ, DC പവർ സപ്ലൈ എന്നല്ല ഇട്ടേക്കുന്നത്. ഈ സാധനം കണ്ടോ? പക്ഷെ ഇത് ആക്ച്വലി ഒരു ഇൻ ബിറ്റ്വീൻ വരുന്ന ടോപ്പിക് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്, നമ്മളിപ്പം ജെനർ ആൻഡ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ വന്നു. പിന്നെ BJT ഞാനിത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് കണ്ടോ, BJT കോൺഫിഗറേഷൻ. എന്നിട്ട് ഞാൻ ഇനി അടുത്തത് RC കപ്പിൾഡ് ആംപ്ലിഫയർ പഠിപ്പിക്കും, മോസ്ഫെറ്റ് പഠിപ്പിക്കും. എന്നിട്ടേ ഞാൻ ഈ DC സപ്ലൈ പഠിപ്പിക്കുള്ളൂ. കാരണം അത് ആക്ച്വലി ഒരു എന്താണ്, ഒരു ഔട്ട് ഓഫ് ബ്ലൂ നിങ്ങൾ പഠിക്കുന്ന പോലെ ആയിപ്പോ കണക്ഷൻ കിട്ടത്തില്ല. ഇപ്പൊ കണ്ടോ, നമ്മൾ ആദ്യം ഡയോഡ് പഠിച്ചു, അതിന്റെ കണ്ടിന്യൂഷൻ BJT പഠിച്ചു, അതിന്റെ കണ്ടിന്യൂഷൻ മോസ്ഫെറ്റിന് പഠിക്കും. സോ ആ ഫ്ലോയിൽ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ഡയഗ്രാം. വെരി ഇമ്പോർട്ടന്റ്. 9 to 10 മാർക്ക് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുക, വരാതിരിക്കത്തില്ല. ഓക്കെ, യു ക്യാൻ ഹാവ് മൈ ഗ്യാരണ്ടി ഓൺ ദാറ്റ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇനി വരുന്ന ഈ നെക്സ്റ്റ് ക്ലാസ്സസ് എല്ലാം നമ്മുടെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ അവൈലബിൾ ആണ്. നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോവാം, KTonlinestudy.com പോവാം. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി. അതിൽ കയറി ഒന്ന് നിങ്ങൾ ലോഗിൻ ചെയ്താൽ എന്നിട്ട് നിങ്ങൾക്ക് സെമസ്റ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ IEEE എന്ന് പറയുന്ന സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. അതിലെടുക്കുമ്പോൾ മോഡ്യൂൾ വൈസ് ഓരോ മോഡ്യൂളിലുള്ള എല്ലാ ടോപ്പിക്സും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ബാക്കി കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഈ ഒരു കുറച്ച് ടോപ്പിക്സ്, ഒരു 3-4 ടോപ്പിക്, നമ്മുടെ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. അപ്പൊ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആംപ്ലിഫയർ, പിന്നെ നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ എന്താണ്, നമ്മുടെ ഈ സർക്യൂട്ട് ഡയഗ്രാം ഫ്രീക്വൻസി റെസ്പോൺസിലും ഒരു ഷോർട്ട് നോട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തുകൊണ്ടാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഗെയിന് ഹൈ ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും കുറയുന്നേന്നൊരു ഷോർട്ട് നോട്ട് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ മോസ്ഫെറ്റ്, പിന്നെ ഈ DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം. ഇത്രയും സെക്ഷൻ നമ്മുടെ അടുത്ത പാർട്ടായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. നോക്കിയോളൂ. ഓക്കെ, നോക്കിയിട്ട് പഠിച്ചോളൂ. അപ്പൊ നമ്മുടെ മോഡ്യൂൾ 1ഉം 3ഉം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫസ്റ്റ് സീരീസ്. ഓക്കെ, ഹാപ്പി ആയിട്ട് പോയി എഴുതണം, നല്ലോണം പഠിച്ചിട്ട് പോയി എഴുതണം. ഓക്കെ, so see you until the next class. Thank you.